ഹായ് നമസ്കാരം ഏവർക്കും ഫാൽക്കൺ എക്സ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഞാൻ ദിജേഷ് ദിനേശൻ. നമുക്ക് അടുത്ത ചോദ്യം, 9ാമത്തെ ക്വസ്റ്റ്യൻ ട്ടാ. നമുക്ക് ശരിയായ പ്രസ്താവന ഏത്? മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്നു ടവർണിയർ. നമ്മൾ ഇപ്പം അങ്ങോട്ട് പറഞ്ഞുള്ളൂ, അല്ല അല്ലേ? ഏതാ? ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ടവർണിയർ. അപ്പൊ അത് തെറ്റി. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായിരുന്നു ആര്? റാൽഫ് ഫിച്ച് അല്ലെ? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ്. അക്ബറിന്റെ ഉപദേശകനായിരുന്നു അബുൾ ഫസൽ. ശരിയാണ്, അക്ബറിന്റെ ഉപദേശകനായിരുന്നു ആര്? അബുൾ ഫസൽ. അക്ബർ നാമ എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? അബുൾ ഫസലാണ്. അതും ശരിയാണ്, ഇതും ശരിയാണ്. അപ്പൊ ഉത്തരം എന്താവും? ഒന്ന് മാത്രമാണ് തെറ്റ്. ഒന്ന് മാത്രം തെറ്റാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിപ്പോ നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ, ഇറ്റാലിയൻ അല്ല ഫ്രഞ്ച് സഞ്ചാരിയാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഒന്ന് തെറ്റാണ്. ഒന്ന് തെറ്റാണെങ്കിൽ ഇത് പോയി, ഇത് പോയി, ഇതിലൊക്കെ ഒന്നുണ്ട്, ഇതും പോയി. എന്താവും ഉത്തരം? 2, 3, 4 ആണ് ഉത്തരം. നമ്മൾ പറഞ്ഞു ടവർണിയർ എന്തല്ല? ടവർണിയർ ഫ്രഞ്ച് സഞ്ചാരിയാണ്, ഇറ്റാലിയൻ സഞ്ചാരിയല്ല. നോക്കൂ, മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ്. മാസ്റ്റർ റാൽഫ് ഫിച്ച് അല്ലെ? അയാള് ഇംഗ്ലീഷുകാരനാണ്. മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് അക്ബർ ആണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇത് ചോദിക്കാറുള്ളതാണ്. 1600-ലാണ് ലണ്ടനിലെ എന്തുണ്ടാവുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്ന ചക്രവർത്തി ആരായിരുന്നു? അത് അക്ബർ ആയിരുന്നു. 1600-ലെ ഇന്ത്യ ഭരിച്ചിരുന്നു. ആ സമയത്ത് ലണ്ടനിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് അക്ബർ ആയിരുന്നു. ഇനി അക്ബർനാമ എഴുതിയത് അബു ഫസൽ ആണെന്ന് പറഞ്ഞു അല്ലെ? അത് പേർഷ്യൻ ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. അക്ബർനാമ എന്ന് പറഞ്ഞ കൃതി അബു ഫസൽ രചിച്ചതാണ്, പേർഷ്യൻ ഭാഷയിലാണ്. ഇനി അക്ബർനാമയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. അതിലത്തെ 3ാമത്തെ ഭാഗം അറിയപ്പെടുന്നത് ഐൻ ഇ അക്ബരി എന്നാണ്. ഐൻ ഇ അക്ബരി എന്നറിയപ്പെടുന്നത് 3ാമത്തെ ഭാഗമാണ്. അബുൾ ഫസൽ തന്നെ എഴുതിയതാണ്. അബുൾ ഫസലിന്റെ വേറൊരു കൃതിയായിട്ടും അതിനെ കണക്കാക്കപ്പെടുന്നുണ്ട്. ആ പേർഷ്യൻ ഭാഷയിൽ എഴുതിയ കൃതിയാണ്, അബു ഫസൽ എഴുതിയ കൃതിയാണ്, അല്ല അബുൾ ഫസൽ എഴുതിയ കൃതിയാണ് അക്ബർനാമ. അതിന്റെ 3ാം ഭാഗം അറിയപ്പെടുന്നത് ഐൻ ഇ അക്ബരി എന്നാണ്. ഐൻ ഇ അക്ബരി എന്ന് പറയും. നോക്കൂ, അക്ബറുടെ സദസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കവികളായിരുന്നു അബുൾ ഫസലും അബുൾ ഫൈസിയും. രണ്ടാളും രണ്ടാണ്, തെറ്റരുത്. ഫസൽ വേറെ ആളാണ്, ഫൈസി വേറെ ആളാണ്. ഫസൽ വേറെ ആളാണ്, ഫൈസി വേറെ. അതിൽ ഫസലാണ് എന്തെഴുതിയത്? അക്ബർനാമ അല്ലെങ്കിൽ ഐൻ ഇ അക്ബരി. 3ാം ഭാഗം എഴുതിയത് അബുൾ ഫസലാണ്. അക്ബറുടെ സദസ്സിലെ ഹിന്ദി കവികൾ ഉണ്ടായിരുന്നു. അവരെ വെച്ച് നമ്മൾ കേട്ടിട്ടില്ല. ആരാണ്? ഒന്ന് സൂർദാസും ഒന്ന് തുളസീദാസും. ഒന്ന് സൂർദാസും ഒന്ന് തുളസീദാസും. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഇതുവരെയുള്ളത് പറഞ്ഞത് ഓക്കെ ആയിട്ടില്ലേ? ടവർണിയർ എന്ന് പറയുന്നത് മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയാണ്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? റാൽഫ് ഫിച്ച് ആണ്. 1600-ലെ ലണ്ടൻ ആസ്ഥാനമാക്കിയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഭരണാധികാരി അക്ബർ ആയിരുന്നു. അക്ബർനാമ പേർഷ്യൻ ഭാഷയിൽ എഴുതിയ ഐൻ ഇ അക്ബരി, അത് 3ാം ഭാഗമാണ്. അത് എഴുതിയത് അബുൾ ഫസലാണ്. 2 കവികൾ ഉണ്ടായിരുന്നു, അബുൾ ഫസലും അബുൾ ഫൈസിയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അക്ബറുടെ സദസ്സിലെ ഹിന്ദി കവികളായിരുന്നു സൂർദാസും തുളസീദാസും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ഫാക്ടറി എവിടെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി എവിടെയാണ്? ഫാക്ടറി ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി എവിടെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ശരി, ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴിനീളെ ഭക്ഷണ വസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. ആര് പറഞ്ഞതാണിത്? ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച് അല്ലേ? അപ്പോൾ റാൽഫ് ഫിച്ച് ഇംഗ്ലീഷുകാരനായ സഞ്ചാരിയായിരുന്നു. മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച വ്യക്തിയാണ്. അദ്ദേഹം കൊടുത്തൊരു വിവരണമാണ് അത് കൊടുത്തത്. അന്നത്തെ കാലത്ത് നെല്ലും ഗോതമ്പും ബാർലിയും കരിമ്പും പരുത്തിയും എണ്ണക്കുരുക്കളും അതൊക്കെ ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഐൻ ഇ അക്ബരി എന്ന് പറയുന്ന 3ാം ഭാഗത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ടാണ് ഇത്ര കൂടുതലും പറയുന്നത്. ഐൻ ഇ അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നില്ല. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇവിടെ പഠിക്കേണ്ട 2 പോയിന്റ്. ഒന്ന്,
ഇന്ത്യയിലെ ജനങ്ങൾ ഒരുപാട് വ്യത്യസ്ത ഇനം നെല്ലുകൾ ഉപയോഗിച്ചിരുന്നു എന്ന ആ ഒരു രേഖ കാണുന്നത് അബുൾ ഫസൽ എഴുതിയ ഐൻ ഇ അക്ബരി എന്ന് പറഞ്ഞ കൃതിയിലാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരനായിട്ടുള്ള റാൽഫ് ഫിച്ച് മുഗൾ സാമ്രാജ്യ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഒരു വിദേശിയാണ്. ടവർണിയർ ഫ്രഞ്ച് വിദേശിയാണ്. അപ്പോൾ ഈ പാരഗ്രാഫ് ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. അബുൾ ഫസലിനെ തെറ്റരുത്, ഐൻ ഇ അക്ബരി തെറ്റരുത്, അക്ബർ നാമ തെറ്റരുത്, പേർഷ്യൻ ഭാഷയിലാണ്. നോക്കൂ, അബുൾ ഫസലിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ആ ഭാഗം വിടരുത്, നന്നായിട്ട് പഠിക്കണം. ഓരോ പോയിന്റും ഒരു SCERT ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റും നമ്മൾ വളരെ വിശദീകരിച്ച് വായിച്ച് മനസ്സിലാക്കി വെക്കണം. അതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക. SCERT പാഠപുസ്തകങ്ങൾ അങ്ങനെ തന്നെ ചോദിക്കണം എന്നൊരു നിർബന്ധമില്ല. SCERT കണ്ടന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരെ ചോദിക്കാം. ശരി, അബുൾ ഫസൽ, അബുൾ ഫൈസി ഉണ്ടായിരുന്നു, നമ്മൾ ഫസൽ ആരാണ്? ഫസല ഫൈസി. നോക്കൂ, ഐൻ ഇ അക്ബരി, എന്താണ് ഐൻ ഇ അക്ബരി? നമ്മൾ നേരത്തെ പറഞ്ഞു അക്ബർ നാമ, നേരത്തെ പറഞ്ഞു. ഇത് രണ്ടും എഴുതിയത് ആരാണ്? അബുൾ ഫസലാണ്. ഇത് രണ്ടും എഴുതിയത് അബുൾ ഫസലാണ്. ആരാണ് ഇയാള്? ഇയാള് അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു. അക്ബറിന്റെ ജീവചരിത്രത്തിന്റെ പേരാണ് എന്ത്? അക്ബർ നാമ എന്ന് പറയുന്ന ആ കൃതി. അത് എഴുതിയത് അദ്ദേഹമാണ്, ഉപദേശകനാണ്, സദസ്സിലെ കവിയാണ്. ഐൻ ഇ അക്ബരി, അക്ബർ നാമ എന്നീ 2 ഗ്രന്ഥങ്ങൾ എഴുതിയതും ആര് തന്നെയാണ്? അബുൾ ഫസലാണ്. പേർഷ്യൻ ഭാഷയിലാണ് ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത്. വ്യത്യസ്ത ഇനം നെല്ലുകൾ ഇന്ത്യക്കാർ ഉപയോഗിച്ചിരുന്നു കാണുന്നത് ഐൻ ഇ അക്ബരിയിലാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് SCERT തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ കുറച്ച് നന്നായിട്ടൊന്ന് ആഴത്തിൽ വായിക്കാൻ ഒരുപാട് ഭാഗങ്ങളുണ്ട് കേട്ടോ. മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു ചിത്രം ഉണ്ടായിരുന്നു. ആ ചിത്രം പോയതാണ്. ആ ചിത്രം ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും നിങ്ങൾ. ഇങ്ങനെ ഒരു SCERTയുടെ ഒരു പുസ്തകത്തിന്റെ ചട്ടം ഇങ്ങനെ കാണാം കേട്ടോ. ഓക്കെ, അയ്യോ ഇതെന്ത് ചിത്രമായി? മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിന്റെ പുറംചട്ട, അങ്ങനെ ചിത്രയിൽ കൊടുത്തിട്ടുണ്ട് SCERTയിൽ. ആ പേജ് മിസ്സായതാണ്. നമുക്ക് എന്താണ് പേർഷ്യൻ ഭാഷയിലേക്ക് അന്നത്തെ കാലത്ത് എന്ത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു? മഹാഭാരതം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് മുഗൾ ഭരണ കാലഘട്ടത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ചെയ്തത് ദാരാ ഷുക്കോ ആണ്. ദാരാ ഷുക്കോ, ഇതിൽ ദാരാ ഷുക്കോ എന്ന് എഴുതിയിരിക്കുന്നത് ഷിക്കോഹ് എന്നാണ് ശരിക്ക് ചില പുസ്തകങ്ങളിൽ. ദാരാ ഷിക്കോഹ് ആണ്. ആരദ്ദേഹം? അദ്ദേഹം മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകനായിരുന്നു. ഷാജഹാന്റെ ഭരണത്തിൽ താല്പര്യമില്ലാത്ത മകനായിരുന്നു ആര്? ഈ പറയുന്ന ദാരാ ഷിക്കോവ്. അദ്ദേഹത്തിന്റെ മറ്റൊരു മകനാണ് ആര്? ഔറംഗസേബ് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ദാരാ ഷിക്കോവിനെയൊക്കെ ഒരുപാട് ഉപദ്രവിച്ച മകനാണ് ആര്? ഔറംഗസേബ് എന്ന് പറയുന്നത്. ഷാജഹാനെ ജയിലിലടച്ച മകനാണ് ആര്? ഔറംഗസേബ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതല്ലാതെ ഷാജഹാന്റെ മറ്റൊരു മകനായിരുന്നു ദാരാ ഷിക്കോവ്. അദ്ദേഹമാണ് മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് എന്ത് ചെയ്ത്? തർജ്ജമ ചെയ്ത്. അതും ഏത് കാലഘട്ടത്തിൽ നടന്നൊരു പ്രത്യേകതയാണ്? മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിൽ നടന്ന പ്രത്യേകതയാണ്. മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ദാരാ ഷിക്കോ ആണ്. ദെൻ ഇതൊക്കെ കഴിഞ്ഞു. ഇനി നോക്കൂ, താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാശൈലി. അതായത് ഈ മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ അവതരിപ്പിച്ച വാസ്തുവിദ്യാശൈലി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പേർഷ്യൻ വാസ്തുവിദ്യാശൈലിയാണ്. അത് വേറെ ഏതെങ്കിലും പേര് പറയാം. ഇപ്പൊ റഷ്യൻ എന്ന് പറഞ്ഞാൽ റഷ്യൻ വാസ്തുവിദ്യാശൈലിയാണോ? അല്ല. എന്താ പറയാ, യൂറോപ്യൻ വാസ്തുവിദ്യാശൈലിയാണോ? അല്ല. മുഗൾ വാസ്തുവിദ്യാശൈലിയാണോ? അല്ല. അതിനെന്താ നമ്മൾ പറയുക? അവർ അവതരിപ്പിച്ച ആ വാസ്തുവിദ്യാശൈലിനെ നമ്മൾ പറയുക പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലി എന്നാണ് പറയുക അല്ലെ. എല്ലാം ഒരു താഴികക്കുടം കാണുന്ന രീതിയിലാണ് ചില ആ നിർമ്മിതികളല്ല. ചെങ്കോട്ടയാണെങ്കിലും അതിന് മേലേക്ക് വന്നിട്ട് ആ ഏകദേശം രൂപം താജ്മഹലിനുണ്ട്, ആഗ്ര കോട്ടയ്ക്കുണ്ട് അല്ലെ. ചെങ്കോട്ട നമ്മൾ ഫസ്റ്റ് ചിത്രം കണ്ടതാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടി നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കണം. ആഗ്ര കോട്ട പണിതത് ആരാണ്? ആഗ്ര കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതും കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യുമ്പോൾ ഉത്തരം മാത്രം കമന്റ് ചെയ്യരുത്. ഉത്തരം മാത്രം കമന്റ് ചെയ്താൽ കമന്റ് വായിക്കുന്ന ചില ആൾക്കാർക്ക് എന്താണ് ചോദ്യം എന്ന് മനസ്സിലാവില്ല. അപ്പൊ എന്ത് എഴുതണം? ആഗ്ര കോട്ട ഇന്ന ആള് ഈ വർഷം അങ്ങനെ എഴുതണം. ഓക്കെ. താജ്മഹൽ അല്ലെ, താജ്മഹലും എവിടെയാന്നുള്ളത് നമുക്കറിയാം. താജ്മഹൽ പിന്നെ ഓരോ ആൾക്കാർ കണ്ട്. ചെങ്കോട്ട നമ്മൾ തുടക്കം തന്നെ പറഞ്ഞതാണ്. ചെങ്കോട്ടയിലാണ് പ്രധാനമന്ത്രി എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും എന്ത് ചെയ്യുക? ഈ പതാക ഉയർത്തുക എന്ന് പറഞ്ഞു. റിപ്പബ്ലിക് ദിനത്തിന് എവിടെയാണ് രാഷ്ട്രപതി പതാക ഉയർത്തുക എന്നുള്ളതും കമന്റ് ചെയ്യണം. ഓക്കെ. ചോദ്യങ്ങളുടെ ഒരു ശരവർഷമാണെന്ന് കമന്റ് ബോക്സിൽ. ഉത്തരം മാത്രമായിട്ട് എഴുതരുത്. ഉത്തരം മാത്രമായിട്ട് എഴുതി കഴിഞ്ഞാൽ ആ കൺഫ്യൂഷൻ ആവും. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ്സിന്റെ ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഉത്തരം മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഉടനെ അത് ടൈപ്പ് ചെയ്യുക. ഓക്കെ. ചോദ്യം ഉത്തരം. ഓക്കെ ശരി. അപ്പൊ താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട അല്ലെ. താജ്മഹൽ, ആഗ്ര കോട്ട,
ചെങ്കോട്ടയുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല ഞാൻ ചോദിച്ചത്. റിപ്പബ്ലിക് ദിനത്തിന് രാഷ്ട്രപതി കൊടി ഉയർത്തുന്നത്, ഇന്ത്യൻ പതാക ഉയർത്തുന്നത് എവിടെയാണ്? അതാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ആഗ്ര കോട്ടയുമായി ബന്ധപ്പെട്ടത് അത് പണിതതാരാണ്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഫസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു, മഹാറാണ പ്രതാപ് എന്ന് പറയുന്ന രജപുത്ര രാജാവിന്റെ കുതിരയ്ക്ക് പറയുന്ന പേരെന്താണ്? ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഉത്തരം പറയണേ. അപ്പൊ ശരി, അപ്പൊ എന്തുണ്ടായി? മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു ആ കാലഘട്ടത്തിൽ. ആര്? ദാരാ ഷിക്കോഹ് ഷാജഹാന്റെ പുത്രനാണ്. ഒരു കാര്യം കൂടി ഉണ്ടായി, ആ കാലഘട്ടത്തിലാണ് പുതിയൊരു ഭാഷ ഉണ്ടാകുന്നത്. മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിലാണ് പുതിയൊരു ഭാഷ ഉണ്ടാകുന്നത്, ഉറുദു ഭാഷ ഉണ്ടാകുന്നത്. ഉറുദു ഭാഷ രൂപം കൊണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാപകമായിട്ട് അതിന്റെ പ്രചാരം നടന്നത് ഏത് കാലഘട്ടത്തിലാണ്? മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിലാണ്. ഈ ഉറുദു ഭാഷയ്ക്ക് പ്രചോദനമായത് ഏതാണ്? പേർഷ്യൻ ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്നുണ്ടായ പുതിയൊരു ഭാഷേനെയാണ് നമ്മൾ എന്ത് പറയുക? ഉറുദു എന്ന് പറയുക. എന്താണ്? പേർഷ്യൻ ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്നുണ്ടായ പുതിയ ഭാഷയായിരുന്നു ഏത്? ഉറുദു എന്ന് പറയുന്നത്. ഉറുദു ഭാഷ രൂപം കൊണ്ടത് ഏത് കാലഘട്ടത്തിലാണ്? മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ പേജിൽ നമ്മൾ പഠിച്ചത് പേർഷ്യൻ ഭാഷയിലേക്ക് മഹാഭാരതം തർജ്ജമ ചെയ്തത് ദാരാ ഷിക്കോഹാണ്, ഷാജഹാന്റെ മകനാണ്. ചെങ്കോട്ട, ആഗ്ര കോട്ട, താജ്മഹൽ, അത് ഞാൻ നിങ്ങൾക്ക് തന്ന ചോദ്യം. ഏത് വാസ്തുശൈലിയാണ്? പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയാണ് മുഗളന്മാര് ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. ഉറുദു ഭാഷ രൂപം കൊണ്ടത് ആ കാലഘട്ടത്തിലാണ്. ഉറുദു ഭാഷയ്ക്ക് പ്രചോദനമായത് അല്ലെങ്കിൽ ഏത് ഭാഷകൾ കൂടി ചേർന്നുകൊണ്ടുണ്ടായതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദിയും പേർഷ്യൻ ഭാഷയും അങ്ങനെയാണ്. ഇനി ആ കാലഘട്ടത്തിലാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിന് എന്തുണ്ടാവുന്നത്? പ്രാധാന്യം വരുന്ന കാലഘട്ടവും മുഗൾ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, അങ്ങനെ ഉറുദു രൂപപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും അതിന്റെ സമന്വയത്തിന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ അല്ലേ? കിട്ടുന്നില്ലേ? നിങ്ങൾ ഓരോ പോയിന്റും കേട്ടിട്ട് മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ പെട്ടെന്ന് അതൊന്ന് ക്ലിക്ക് ആവാത്തതോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ബാക്ക് അടിച്ചിട്ട് അപ്പം തന്നെ അത് കേൾക്കണം കേട്ടോ. ഓരോ പോയിന്റും മനസ്സിലാക്കി ക്ലാസ് കേട്ട് പോകണം. എങ്കിലാണ് നമുക്ക് ഈ ചാപ്റ്റർ കൃത്യമായിട്ട് കിട്ടുള്ളൂ. പല പാഠങ്ങളിലും ഇനി വരുന്ന പല ചാപ്റ്ററുകളും ഇതിൻ്റെയൊക്കെ ബാക്കിയായിട്ട് ചില ഭാഗങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് പഠിക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു കണക്റ്റിംഗ് പോയിന്റ് കിട്ടണമെങ്കിൽ എന്ത് വേണ്ടി വരും? ഈ പഴയതൊക്കെ നമുക്ക് ഓർമ്മ വേണ്ടി വരും. ദേ അടുത്ത ക്വസ്റ്റ്യൻ. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 10ാമത്തെ ക്വസ്റ്റ്യൻ. പുതിയ രാജാവ് വരുന്നു അല്ലെ? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ. അക്ബറാണ് കൂടുതൽ പറയുന്നത്. അപ്പൊ എന്നാലും ജഹാംഗീറുമായി ബന്ധപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ കൊണ്ടുവന്നതാണ്. നോക്കാം. ജഹാംഗീറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കാം. കുഴപ്പമില്ല, പരിശോധിച്ചുകൊണ്ട് കുഴപ്പമില്ല. നീതി ചങ്ങല നടപ്പിലാക്കി. നീതി ചങ്ങല എന്ന് പറഞ്ഞ സംവിധാനം ജരോഗോ ദർശൻ ആരുടെയാണ്? അക്ബർ കൊണ്ടുവന്നതാണ്. ഇത് നീതി ചങ്ങല നടപ്പിലാക്കിയ വ്യക്തിയാണ്. കാശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം പണികഴിപ്പിച്ച വ്യക്തിയാണ്. നമ്മൾ തുടക്കത്തിൽ ഒരു പൂന്തോട്ടത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആഗ്രയിലെ ആരംബാഗ് പൂന്തോട്ടം ബാബറുമായി ബന്ധപ്പെട്ടതാണ്. റോസാപ്പൂക്കൾ കൊണ്ടുവന്നത് ബാബറാണ് അല്ലെ? അപ്പൊ ഇവിടെ കാശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം പണികഴിപ്പിച്ചത്. ഓക്കെ, സൂറത്തിൽ ആദ്യ ഇംഗ്ലീഷ് ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി നൽകിയത് ജഹാംഗീറാണ്. സിഖ് ഗുരുവായിരുന്ന ഗുരു രാംദാസിനെ വധിച്ചത് ജഹാംഗീറാണ്. ഇത്രയാണ് ചോദ്യം. നോക്കാം. നീതി ചങ്ങല ശരിയായ ഉത്തരാണ്. കാശ്മീരിൽ ഷാലിമാർ പൂന്തോട്ടം പണി കഴിപ്പിച്ചത് വളരെ ശരിയാണ്, ജഹാംഗീറാണ്. സൂറത്തിൽ ആദ്യത്തെ ഇംഗ്ലീഷ് ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി കൊടുക്കുന്നത് ആരെന്നെയാണ്? ജഹാംഗീർ തന്നെയാണ്. 4ാമത്തെ പോയിന്റ് തെറ്റാണ്. 4ാമത്തെ പോയിന്റ് എന്തല്ല? സിഖ് ഗുരുവായിരുന്ന ഗുരു രാംദാസിനെ വധിച്ചതല്ല. സിഖ് ഗുരുവായിരുന്ന അർജുൻ ദേവിനെ വധിച്ച വ്യക്തിയാണ് ആര്? ജഹാംഗീർ. അപ്പൊ 4 തെറ്റാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടുമ്പോൾ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് പോണു. നോക്കൂ, ഉത്തരത്തിലേക്ക് കണ്ട 4 ശരിയാണെങ്കിൽ എന്താ? 4 തെറ്റാണെങ്കിൽ ഇത് വരില്ല. ഉത്തരം എന്തായിട്ട് മാറും? 1, 2, 3 ആയിട്ട് വരും. അപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ ഒറ്റ പോയിന്റ്, ഒരേ ഒരു പോയിന്റാണ് നമ്മുടെ മാർക്ക് നിശ്ചയിക്കുക, ഒറ്റ പോയിന്റ്. അപ്പൊ അതിന് നല്ല അഗാധമായിട്ടുള്ള വായന അത്യാവശ്യമാണ്. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാൽക്കൺ PSCയിലെ പല ചോദ്യ പേപ്പറുകളും അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ടെസ്റ്റ് സീരീസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അത്തരം ടെസ്റ്റ് സീരീസുകളൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് കണക്ട് ചെയ്ത് ഉത്തരങ്ങളിലേക്ക് എത്താൻ പറ്റും. പിന്നീട് അത് പ്രസ്താവന ചോദ്യങ്ങളാവുമ്പോൾ നമുക്ക് സുഖമായിട്ട് അത് എഴുതിയിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. സ്പീഡാണ് ഇമ്പോർട്ടൻ്റ്, ടൈം മാനേജ്മെന്റ് ആണ് ഇമ്പോർട്ടൻ്റ്. പരീക്ഷകളിൽ ചെന്നിരിക്കുമ്പോൾ ടക്ക് എന്ന് നമുക്ക് എന്ത് കിട്ടണം? ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അതിന് പ്രാക്ടീസ് അത്യാവശ്യമാണ്, വായന അത്യാവശ്യമാണ്, ടെസ്റ്റ് സീരീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ അല്ലേ? റെഡി? നോക്കുക. അപ്പൊ ഇതിനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. 5ാമത്തെ സിഖ് ഗുരുവായിരുന്ന അർജുൻ ദേവിനെ വധിച്ച ആളാണ് ആര്? ജഹാംഗീർ. രാംദാസിനെ അല്ല. ആരെന്നെയാണ്? അർജുൻ ദേവിനെ വധിച്ച വ്യക്തിയാണ് 5ാമത്തെ സിഖ് ഗുരു. 5 കുഴപ്പമില്ല.
അർജുൻ ദേവ് അല്ലെ. അഞ്ചാമത്തെ അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തിയാണ് ആര്? ജഹാംഗീർ. ബാക്കി എല്ലാ പോയിന്റുകളും അവിടെ പറഞ്ഞത് ശരിയാണ്. ഇനി അദ്ദേഹം അറിയപ്പെടുന്ന ഒരു എന്താ പറയാ, നല്ല പേരല്ല അല്ലെ, ഇതിനെന്താ പറയാ, നല്ല പേരല്ല, പണ്ഡിതനായ മദ്യപാനി എന്നറിയപ്പെടുന്നത് ആരാണ്? ജഹാംഗീർ ആണ്. ചക്രവർത്തിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാനുള്ള സംവിധാനത്തിനെയാണ് എന്ത് പറയുക? നീതിച്ചങ്ങല എന്ന് പറയുക. അതിന്റെ വേറൊരു രൂപമാണ് അക്ബർ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നില്ലേ? അക്ബർ നടപ്പാക്കിയതിന്റെ പേരെന്തായിരുന്നു? ജരോഗ ദർശൻ. അതാണ് ജരോഗ ദർശൻ. ചക്രവർത്തിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറയുക. അതിന്റെ വേറെ രൂപം ചക്രവർത്തിയെ നേരിൽ കണ്ട് പരാതി പറയാനുള്ളതാണിത് നീതിച്ചങ്ങല, അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ആവലാതി ചങ്ങല. നീതി കിട്ടാനുള്ള ആവലാതികൾ ചെന്ന് പറയാ ചക്രവർത്തിയോട്, ഞങ്ങൾക്ക് അതില്ല, ഞങ്ങൾക്ക് ഇതില്ല, ഞങ്ങൾക്ക് നീതി വേണം. അപ്പൊ അതിനെന്ത് പറയും? നീതിച്ചങ്ങല അല്ലെങ്കിൽ ആവലാതി ചങ്ങല. ഇത് നടപ്പിലാക്കിയ വ്യക്തിയാണ് ആര്? ജഹാംഗീർ. മദ്യപാനി, പണ്ഡിതനായ മദ്യപാനി അർജുൻ ദേവിനെ, അഞ്ചാമത്തെ അർജുൻ ദേവിനെ വധിച്ച വ്യക്തി. നല്ല ചിത്രകാരനായിരുന്നു, അടിപൊളിയായിട്ട് ചിത്രം വരയ്ക്കും ഇത്ര. അപ്പൊ അതുകൊണ്ട് ചിത്രകാരനായ ചക്രവർത്തി എന്ന് പറയുന്നത് മദ്യപാനിയായ പണ്ഡിതനാണ്, അല്ല പണ്ഡിതനായ മദ്യപാനിയാണ്. അതുപോലെ തന്നെ ചിത്രകാരനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നതും ആരാണ്? ജഹാംഗീറാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു വരിയുണ്ട്. എന്താണ്? കാശ്മീരില്ലാത്ത ഭാരതം കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാണ്? കാശ്മീരില്ലാത്ത ഭാരതം, കാശ്മീരില്ലാത്ത ഭാരതം, കാശ്മീരില്ലാത്ത ഭാരതം എന്താണ്? കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് ആര് പറഞ്ഞു? ജഹാംഗീർ പറഞ്ഞു. അപ്പൊ ജഹാംഗീർ ആരാണ്? ജഹാംഗീർ അക്ബറിന് ശേഷം ഭരണത്തിൽ വന്ന വ്യക്തിയാണ് ജഹാംഗീർ. ജഹാംഗീർ ജരോഗ ദർശൻ അക്ബർ നടപ്പാക്കിയ പോലെ നീതി ചങ്ങല, ആവലാതി ചങ്ങല നടപ്പിലാക്കി. പണ്ഡിതനായ മദ്യപാനിയാണ്, ചിത്രവരക്കാരനാണ്, കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ്, കാശ്മീരില്ലാത്ത ഭാരതം എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അതുപോലെ തന്നെ വില്യം ഹോക്കിൻസും തോമസ് റോയും ഇന്ത്യയിലെത്തുന്ന സമയത്ത് ഇംഗ്ലീഷുകാരിലെ ഇവരാണ് ജഹാംഗീറിന്റെ സദസ്സ് സന്ദർശിച്ച വ്യക്തികൾ. എന്തിന്? ഈ ഫാക്ടറി പണിയുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഫാക്ടറി പണിയുന്ന കാലഘട്ടത്തിൽ ആരായിരുന്നു? ജഹാംഗീർ ആയിരുന്നു. വില്യം ഹോക്കിൻസും തോമസ് റോയും ജഹാംഗീറിന്റെ സദസ്സ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരാണ്. അപ്പൊ ഇനി ജഹാംഗീറുമായി ബന്ധപ്പെട്ട ചോദ്യം കഴിഞ്ഞു. തൊട്ടടുത്ത ആള് അല്ലെ, ആരാണ് തൊട്ടടുത്ത ആള്? ഷാജഹാനാണ്. ഷാജഹാനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തുക. ഷാജഹാന്റെ കാലഘട്ടം മുഗൾ ചിത്രകലയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടു. മുഗൾ ചിത്രകലയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടു. വരില്ല, നമ്മൾ എന്താ പറഞ്ഞു? ചിത്രകാരൻ ആരാ? ചിത്രകാരൻ ജഹാംഗീറാണ്. ചിത്രകാരനായ ചക്രവർത്തി ജഹാംഗീറാണ്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടം ചിത്രകല വരാൻ സാധ്യത ഉണ്ടായില്ല. ഇതാണ് നേരത്തെ പറഞ്ഞ് ഒരു പോയിന്റ് അറിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. ഷാജഹാന്റെ കാലഘട്ടം മുഗൾ ചിത്രകലയുടെ സുവർണ കാലഘട്ടം. ആഗ്രയിൽ നിന്ന് തലസ്ഥാനം ഷാജഹാനാബാദിലേക്ക് മാറ്റി. ഡൽഹിക്ക് തന്നെയാണ്. ഷാജഹാനാണ് എന്താക്കി മാറ്റിയത്? ഷാജഹാനാബാദ് ആക്കിയത്. ശരിയാണ്. നിർമ്മിതികളുടെ രാജകുമാരൻ അറിയപ്പെടുന്നു അല്ലെ. അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്താണ്? കാരണം താജ്മഹലിനെ പോലെയുള്ള ഒരു മഹാസംഭവം ഷാജഹാന്റെ കാലത്താണ് പണി കഴിയുന്നത്. അപ്പൊ നിർമ്മിതികളുടെ രാജകുമാരൻ ആരാണ്? ഷാജഹാനാണ്. ശരിയാണ്. ഷാജഹാന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരിയാണ് ബെർണിയർ. വെനീഷ്യൻ സഞ്ചാരിയാണ് അത് ഏതാണ്? ബെർണിയർ എന്ന് പറയുന്നത്. ഇവിടെയും ചെറിയൊരു തെറ്റുണ്ട്. വെനീഷ്യൻ സഞ്ചാരി അല്ല. ആരാണ് നോക്കാം. അയാളും ഫ്രഞ്ച് സഞ്ചാരി തന്നെയാണ് കേട്ടോ. അപ്പൊ 1ഉം 4ഉം തെറ്റാണ്. നമ്മളോട് വിലയിരുത്താനേ പറഞ്ഞിട്ടുള്ളൂ. തെറ്റാണ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1ഉം 4ഉം തെറ്റ്. ഇവിടെ എന്താ? ശരിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഏതാണ്? 2ഉം 3ഉം ശരി. ഏതാണ്? 2ഉം 3ഉം ശരി. ഓടി അങ്ങോട്ട് ചെന്നിട്ട് ഇപ്പൊ ചോദ്യം എന്താണ്? തെറ്റായ പ്രസ്താവനയെ ചോദിച്ചെങ്കിൽ അല്ലെങ്കിൽ ശരിയായ പ്രസ്താവനയെ ചോദിച്ചെങ്കിൽ ഓടി ചെന്നിട്ട് നോക്കരുത്. ഉത്തരത്തിൽ എന്താണ് കൊടുത്തിക്കണെന്ന് നോക്കുക. 1, 4 എന്ന് കണ്ടുടനെ ഓടി ചെല്ലരുത്. 1, 4 ശരി എന്ന് അതിൽ കൊടുത്തിക്കണത്. 1ഉം 4ഉം തെറ്റാണ്. ഇവിടെ 2ഉം 3ഉം ആണ് ശരി. ഏത്? ആഗ്രയിൽ നിന്ന് ഷാജഹാനാബാദിലേക്കും. അതുപോലെ തന്നെ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നതും ഷാജഹാനാണ്. ദെൻ ഇതാരാ നോക്കാം നമുക്ക്. മുഗൾ ചിത്രകലയുടെ സുവർണ കാലഘട്ടം. ചിത്രകലയുടെ സുവർണ കാലഘട്ടം ചിത്രകാരനായ ജഹാംഗീറിന്റെ കാലഘട്ടമാണ്. ചിത്രകലയുടെ സുവർണ കാലഘട്ടം ചിത്രകാരനായിരുന്ന ജഹാംഗീറിന്റെ കാലഘട്ടമാണ്. മുഗൾ വാസ്തുവിദ്യയുടെ കാലഘട്ടം സുവർണ കാലഘട്ടം ഷാജഹാന്റെ കാലഘട്ടമാണ്. രണ്ടും തെറ്റരുത്. വാസ്തുവിദ്യയുടെ കാലഘട്ടം സുവർണ കാലഘട്ടം വാസ്തുവിദ്യയുടെ മുഗൾ വാസ്തുവിദ്യയുടെ സുവർണ കാലഘട്ടം ഏതാണ്? അത് ഷാജഹാന്റെ കാലഘട്ടവും. ചിത്രകലയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? അത് നമ്മുടെ ജഹാംഗീറിന്റെ കാലഘട്ടമാണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നതും ഷാജഹാന്റെയാണ്. മൊത്തത്തില്
മൊത്തത്തിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടവും ആരുടെ തന്നെയാണ്? ഷാജഹാന്റെയാണ്. ഇന്ന് വാസ്തുവിദ്യയുടെയും ഷാജഹാന്റെയാണ്. പക്ഷെ ചിത്രകല എന്നെടുത്തു കഴിഞ്ഞാൽ അത് ആരുടെയാണ്? ജഹാംഗീറിന്റെ കാലഘട്ടമാണ്. ചിത്രകാരന്മാരുടെ ഒരു മീൻസ് ചിത്രകാരനായ ചക്രവർത്തി എന്ന് പറഞ്ഞതുകൊണ്ട് ചിത്രകലയുടെ സുവർണ കാലഘട്ടം ആരുടെയാണ്? ജഹാംഗീറിന്റെ കാലഘട്ടമാണ്. ഓക്കെ, ഇനി നോക്കാം. ശില്പികളുടെ രാജാവ് എന്നറിയപ്പെടുന്നതും ഷാജഹാനാണ്. വാസ്തുവിദ്യയുടെ സുവർണ കാലഘട്ടമാണ്. അതുകൊണ്ട് ശില്പികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഷാജഹാനാണ്. നമുക്കതിനെ എന്തിനെ കണക്ട് ചെയ്യാം? താജ്മഹലുമായി ബന്ധപ്പെട്ടിട്ട് കണക്ട് ചെയ്യാം. ശരി, ഷാജഹാന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച സഞ്ചാരികളും അതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ടവർണിയർ നമ്മൾ കേട്ടതാണ്, ഫ്രഞ്ച്. ബർണിയറും ആര് തന്നെയാണ്? ഫ്രഞ്ച് തന്നെയാണ്. അപ്പോൾ അത് പേര് കേൾക്കുമ്പോൾ തന്നെ സുഖമുണ്ടല്ലേ? ടവർണിയർ, ബർണിയർ രണ്ടും എന്താണ്? ഫ്രഞ്ചാണ്. പീറ്റർ മുണ്ടി ബ്രിട്ടീഷുകാരനാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരനായിട്ടുള്ള സഞ്ചാരിയായിരുന്നു. ആര്? പീറ്റർ മുണ്ടി. നിക്കോളോ കോണ്ടിയല്ല, നിക്കോളോ മനുച്ചി ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്നു. ഇവരെല്ലാവരും ഷാജഹാന്റെ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച പ്രധാനപ്പെട്ട വിദേശ സഞ്ചാരികളാണ്. ഒന്നുകൂടിയും പറയാം, ഷാജഹാൻ എന്ന് പറയുന്നത് ശില്പികളുടെ രാജകുമാരനാണ്. വാസ്തുവിദ്യയുടെ സുവർണ കാലഘട്ടം, മുഗൾ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടം എല്ലാം ഷാജഹാനാണ്. ചിത്രകല ഷാജഹാന്റെ അല്ല, അത് ജഹാംഗീറിന്റെ കാലഘട്ടമാണ്. ഈ ഷാജഹാന്റെ കാലഘട്ടത്തിൽ വന്ന ഫ്രഞ്ചുകാരാണ് ആരൊക്കെ? ടവർണിയറും ബർണിയറും. നിക്കോളോ മനുച്ചി ഇറ്റാലിയൻ സഞ്ചാരിയും പീറ്റർ മുണ്ടി ആരാണ്? ബ്രിട്ടീഷുകാരനായിട്ടുള്ള സഞ്ചാരിയുമായിരുന്നു. ആരുടെ കാലഘട്ടത്തിൽ? ഷാജഹാന്റെ കാലഘട്ടത്തിൽ. ഇനി കുറച്ച് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആരംബാഗ് പൂന്തോട്ടം ബാബറുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ആഗ്രയിലെ. ഇത് കാശ്മീരിലെ ഷാലിമാർ, അത് ജഹാംഗീറാണ്. കാശ്മീരിലെ എന്താ പറയുക? ഷാലിമാർ. അപ്പം നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? കാശ്മീരിലാണെങ്കിൽ ജഹാംഗീർ. ഏത്? ഷാലിമാർ പൂന്തോട്ടം. ലാഹോറാണെങ്കിൽ ഷാജഹാൻ. ഓക്കെ, ലാഹോറാണെങ്കിൽ ഷാജഹാൻ, കാശ്മീർ ആണെങ്കിൽ ജഹാംഗീർ ആണ്. ഓക്കെ, ഇനി ആഗ്രയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ഷാജഹാൻ തന്നെയാണ്. മയൂര സിംഹാസനം നിർമ്മിച്ചത് ഷാജഹാൻ തന്നെയാണ്. അപ്പൊ ഷാജഹാനുമായി ബന്ധപ്പെട്ട 3 എവിടത്തെ പൂന്തോട്ടം എന്ന് നമ്മൾ പറയാ? ലാഹോർ ആണെങ്കിൽ ഷാജഹാൻ, കാശ്മീർ ആണെങ്കിൽ ജഹാംഗീർ പണിത്. രണ്ടും ഷാലിമാർ പൂന്തോട്ടം തന്നെയാണ് പറയുക. ഇനി ആഗ്രയിലെ മോത്തി മസ്ജിദ് ആരാണ്? ഷാജഹാനാണ്. ആഗ്രയിലെ മോത്തി മസ്ജിദ്. അതുപോലെ തന്നെ മയൂര സിംഹാസനം നിർമ്മിച്ചത് ഷാജഹാനാണ്. ഡൽഹിയിലെ മോത്തി മസ്ജിദ് ആണെങ്കിൽ അത് ഔറംഗസീബാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മോത്തി മസ്ജിദ് 2 ഉണ്ട്. ഒന്ന് ഡൽഹിയിലാണെങ്കിൽ ഔറംഗസീബ്, ആഗ്രയിലാണെങ്കിൽ ഷാജഹാൻ. ആഗ്രയിലാണ് താജ്മഹലൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ ഷാജഹാൻ അവിടെ ആഗ്രയിലെ മോത്തി മസ്ജിദും ഷാജഹാനാണ്. അതുപോലെ തന്നെ ലാഹോറിലെ പൂന്തോട്ടും ഷാലിമാർ പൂന്തോട്ടും ഷാജഹാനാണ്. കാശ്മീർ എന്ന് പറയുമ്പോൾ ജഹാംഗീറാണ്. ഡൽഹിയിലെ മോത്തി മസ്ജിദ് ഔറംഗസീബാണ്. നോക്കൂ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ വരുന്നു. മയൂര സിംഹാസനം നിർമ്മിച്ചത് ഷാജഹാനാന്ന് പറയുന്നു. പക്ഷെ ആരുടെ മയൂര സിംഹാസനം കണ്ടിട്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് അദ്ദേഹം മയൂര സിംഹാസനം നിർമ്മിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ, ചോദ്യം എന്താണ്? ഏത് രാജാവിന്റെ മയൂര സിംഹാസനം എന്ന കൺസെപ്റ്റ് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഷാജഹാൻ മയൂര സിംഹാസനം നിർമ്മിച്ചത്? അത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. കമന്റ് ബോക്സ് നിറഞ്ഞു കവിയാനുള്ള ചോദ്യമാണ്. ചോദ്യം എഴുതണം, ഉത്തരം എഴുതണം. അപ്പോൾ മാത്രമാണ് ബാക്കിയുള്ളവർക്ക് അത്, ചിലപ്പോൾ വായിക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ശരി. അടുത്ത ചോദ്യം താജ്മഹലുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം അല്ലേ? താജ്മഹലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, താജ്മഹൽ മിക്കവാറും ചരിത്ര നിർമ്മിതികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കൂടുതലും താജ്മഹലുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കാറുള്ളത്. നോക്കാം, താജ്മഹലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. താജ്മഹലിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഉസ്താദ് ഈസയാണ്. 1983 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ശരിയാണ്. സംരക്ഷണ ചുമതല, അതായത് ഈ താജ്മഹലിന്റെ സംരക്ഷണ ചുമതല CISFനാണ്. അർദ്ധ സൈനിക സേനയായിട്ടുള്ള CISFനാണ് അതിന്റെ ചുമതല. നിറമങ്ങലിന് കാരണം, ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നിറമങ്ങലിന് കാരണം, അതായത് താജ്മഹൽ നിറം മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം സൾഫർ ഡയോക്സൈഡ് ആണ്. ഏതാണ്? സൾഫർ ഡയോക്സൈഡ് ആണ്. ഓക്കെ അല്ലേ? ഇതില് എന്ത് സംഭവിക്കും നോക്കുക. 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. എന്താണ്?
എല്ലാം ശരി. എല്ലാം ശരി എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ 1, 2, 3 ശരി. എന്താണ് ഈ 4 പോയിന്റ് ഇവിടുന്ന് പഠിച്ചു പോവുക? നിറം മങ്ങലിന് കാരണമായിട്ടുള്ള രാസവസ്തു സൾഫർ ഡൈ ഓക്സൈഡ്. സംരക്ഷണ ചുമതല അർദ്ധ സൈനിക സേനയായ CISFന് 1983 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ അതിന് ഇടം നേടിയിട്ടുണ്ട്. ശില്പി ഉസ്താദ് ഈസ എന്ന് പറയുന്ന വ്യക്തിയാണ്. നോക്കാം. വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം എന്നറിയപ്പെടുന്ന സംഭവമാണ് ഇത് താജ്മഹൽ അല്ലെ. അങ്ങനെ ഒരു വിശേഷണം ഉണ്ടായിന്. ചെങ്കല്ലിലെ ഇതിഹാസം എന്ന് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. ചെങ്കല്ലിലെ ഇതിഹാസം എന്ന് പറയുന്നത് ചെങ്കോട്ടയാണോ? അല്ല. ഏതാ? ഫത്തേപൂർ സിക്രി, വിജയത്തിന്റെ നഗരം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. അങ്ങനെ പഠിച്ചു. ഇവിടെ എന്താണ്? വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം എന്ന് പറയുന്നത് താജ്മഹലിനെയാണ്. ടാഗോർ അതിനെ വിശേഷിപ്പിച്ചത് കാലത്തിന്റെ കവിളിലെ കണ്ണുനീർ തുള്ളി. കാലത്തിന്റെ കവിളിലെ കണ്ണുനീർ തുള്ളി എന്ന് ടാഗോർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? താജ്മഹലിനെയാണ്. ട്വിറ്റർ അക്കൗണ്ട് അല്ലെ, ഇപ്പൊ എന്താ പറയുക, എക്സ് അല്ലെ, ട്വിറ്റർ അക്കൗണ്ട് ഉള്ള ലോകത്തിലെ ആദ്യത്തെ ചരിത്ര സ്മാരകം കൂടിയാണ് ഇത് താജ്മഹൽ എന്ന് പറയുന്നത്. CISF ആണ് അതിന്റെ CISF മറക്കരുത്. CISF ആണ് അതിന്റെ സംരക്ഷണ ചുമതല എന്ന് പറയുന്നത്. സൾഫർ ഡൈ ഓക്സൈഡ് ആണ് അതിന്റെ മങ്ങലിന് കാരണം എന്ന് പറയുന്നത് അല്ലെ. സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. പിന്നെ 2013 ക്ലീൻ ഇന്ത്യ പദ്ധതി, അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ക്ലീൻ ഇന്ത്യ പദ്ധതി പ്രകാരം താജ്മഹലെ ഒരു സ്ഥാപനം ഏറ്റെടുക്കലുണ്ടായി. ക്ലീൻ ഇന്ത്യ പദ്ധതി പ്രകാരം താജ്മഹലെ ഒരു സ്ഥാപനം ഏറ്റെടുത്തു. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആണ് ക്ലീൻ ഇന്ത്യ പദ്ധതി പ്രകാരം 2013 ആരാണ് ഏറ്റെടുത്തത്? താജ്മഹലിനെ ഏറ്റെടുത്തത്. അപ്പൊ ഇത്രയും ചോദ്യം. വെണ്ണക്കല്ലിൽ പാട്ടായി മാറും. വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം കാലത്തിന്റെ കവിളിലെ കണ്ണുനീർ തുള്ളി എന്നറിയപ്പെടുന്നു അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു കാശ്മീരില്ലാത്ത ഭാരതം കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്നൊക്കെ പറഞ്ഞില്ലേ. അത് ആരാ പറഞ്ഞു? ജഹാംഗീർ പറഞ്ഞതാണ്. ഇത് ടാഗോർ പറഞ്ഞതാണ്. താജ്മഹലിനെ പറ്റിയിട്ട് ട്വിറ്റർ അക്കൗണ്ട് ഉള്ളത് CISF 2013 ക്ലീൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ഏറ്റെടുത്ത ചരിത്ര സ്മാരകമാണ് ഏത്? താജ്മഹൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ശരി. അവസാനത്തെ വ്യക്തി അല്ലെ, ആര്? ഔറംഗസേബ്. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം വന്നുട്ടാ, മയൂര സിംഹാസനം ഏത് രാജാവിന്റെ ആയിരുന്നു? ഏത് രാജാവുമായിട്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഏത് മയൂര സിംഹാസനം കണ്ടിട്ടാണ്, ആരുടെ മയൂര സിംഹാസനം കണ്ടിട്ടാണ് ഷാജഹാൻ പടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരി. പിന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് തുടക്കക്കാരുണ്ടെങ്കിൽ കേട്ടാ, ഏത് നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഏത് നദിയുടെ തീരത്താണ് താജ്മഹൽ എന്നുള്ളത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. അതും എഴുതാം. ശരി. ഔറംഗസീബുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ജരോഗ ദർശൻ നിർത്തലാക്കി. അയ്യോ, എന്താണ്? ദുഷ്ടത്തരായി പോയി അല്ലെ. എന്താണത്? ജനങ്ങൾക്ക് നേരിട്ട് പറയാനുള്ള കാര്യങ്ങൾ അവസാനിപ്പിച്ചു. എങ്ങനെയാണ്? ജരോഗ ദർശൻ നിർത്തലാക്കി. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിർത്തലാക്കി. അപ്പൊ നിസ്സാരല്ല. എന്താണ്? പാട്ടും നൃത്തവും നിർത്തലാക്കി. അങ്ങനത്തെ പരിപാടികളെ വേണ്ട. സിന്ധ് പീർ എന്നറിയപ്പെട്ടു ഔറംഗസേബ്. ഡെക്കാൻ നയം നടപ്പിലാക്കിയ ഭരണാധികാരി. ഓക്കെ. എന്തൊക്കെയാണ്? ഔറംഗസേബുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. അവസാനത്തെ മുഗൾ ഭരണാധികാരി എന്ന് പറയാൻ പറ്റില്ല. അവസാനത്തെ മുഗൾ ചക്രവർത്തിയാണ് ആര്? ഔറംഗസേബ്. ജരോഗ ദർശൻ നിർത്തലാക്കി. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിർത്തലാക്കി. സിന്ധ് പീർ എന്നറിയപ്പെട്ടു. ഡെക്കാൻ നയം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ്. ഡെക്കാൻ നയം നടപ്പിലാക്കിയ ഭരണാധികാരി. അയ്യോ, ശരി. 1200 1 2 3 4 ശരി. 1 2 3 4 ശരി. സോറി ട്ടാ. സിന്ധ് പീർ എന്ന് പറഞ്ഞാല് ജീവിക്കുന്ന സന്യാസി എന്നാണ് അർത്ഥം. സിന്ധ് പീർ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന സന്യാസി. ഇയാള് സന്യാസിയാണ് ഇത്ര. ജീവിക്കുന്ന സന്യാസി. ആൾക്ക് എന്ത് ഇഷ്ടമല്ല? പാട്ട് ഇഷ്ടമല്ല, നൃത്തം ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല. സന്യാസിയായ കാരണം അയാൾക്ക് സന്യാസിമാരെ വേറെ ആൾക്കാർ ശല്യം ചെയ്യാറില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർ വന്നിട്ട് പരാതി പറയുന്ന ജരോഗ ദർശനം അയാൾക്ക് ഇഷ്ടമല്ല, അയാൾ നിർത്തലാക്കി. അങ്ങനെ പഠിച്ചാൽ മതി. അപ്പൊ സിന്ധ് പീർ എന്നുള്ള വാക്കിന്റെ മുകളിൽ ആ 3 ചോദ്യം കിട്ടും. സിന്ധ് പീർ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന സന്യാസി എന്നാണ് അർത്ഥം. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ഇഷ്ടമല്ല? പാട്ട് നൃത്തമൊന്നും ഇഷ്ടമല്ല, ശല്യം ഇഷ്ടമല്ല, ആൾക്കാർ വന്ന് പറയുന്നത് ഇഷ്ടമല്ല. അപ്പൊ ജരോഗ ദർശനം നിർത്തലാക്കി, പാട്ടും നൃത്തം നിർത്തലാക്കി, സതി നിർത്തലാക്കി. നല്ല കാര്യം ചെയ്തിട്ടുണ്ട് കേട്ടാ. എന്താണ്? ആ കാലഘട്ടത്തിൽ വീണ്ടും സതി അക്ബർ ഒരു കാലഘട്ടത്തിൽ നിർത്തിയതാണ്. പക്ഷെ എങ്കിലും സതി വീണ്ടും കണ്ടിന്യൂ ചെയ്തിരുന്നു. അത് നിർത്തലാക്കിയത് ജഹാംഗീറാണ്. മുഗൾ സാമ്രാജ്യത്തിലെ ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്നത് ആരാണ്? ഔറംഗസേബാണ്. പണ്ഡിതനായ മദ്യപാനി ജഹാംഗീറാണ്. ഇത് ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്നത്. അപ്പോൾ
ജരോഗ ദർശൻ നിർത്തലാക്കുകയും ചെയ്തു. അക്ബർ നിർത്തലാക്കിയ ജസിയ തുടങ്ങുകയും ചെയ്തു. ജസിയ പുനരാരംഭിച്ചു. ജരോഗ ദർശൻ തുടങ്ങി അക്ബർ, ഇദ്ദേഹം നിർത്തലാക്കി. ജസിയ അക്ബർ നിർത്തി, ഇദ്ദേഹം തുടങ്ങി. അപ്പൊ ജസിയ പുനരാരംഭിച്ചത് ആരാണ്? ഔറംഗസേബാണ്. ജരോഗ ദർശൻ നിർത്തലാക്കി. ശിവജിയുമായി നിരന്തര യുദ്ധത്തിൽ ഏർപ്പെട്ട വ്യക്തിയാണ് ആര്? ഔറംഗസേബ് എന്ന് പറഞ്ഞത്. ഡെക്കാൻ നയം എന്ന് പറഞ്ഞില്ലേ, അതായത് ഡെക്കാൻ മേഖല പിടിച്ചടക്കുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഡെക്കാൻ നയം എന്ന് പറയുക. ഡെക്കാൻ എന്ന് പറഞ്ഞാൽ മറാത്ത സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. ആ ഭാഗത്തെ ഭരണാധികാരിയായിരുന്നു ആര്? ശിവജി എന്ന് പറയുന്നത്. അപ്പൊ ശിവജിയുമായി നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന മുഗൾ ചക്രവർത്തിയാണ് ആര്? ഔറംഗസേബ് എന്ന് പറയാ. ഔറംഗസേബും ശിവജിയും കൂടിയിട്ട് ഒപ്പുവെച്ച പ്രധാനപ്പെട്ട ഉടമ്പടിയാണ് പുരന്ദർ ഉടമ്പടി അല്ലെങ്കിൽ പുരന്ദർ സന്ധി. 1665 ഇമ്പോർട്ടൻ്റ് ആണ്. 1665 ശിവജി ഔറംഗസേബ് ശിവജി പുരന്ദർ സന്ധി. എന്താണ് പുരന്ദർ സന്ധി? തെറ്റരുത്. പുരന്ദർ സന്ധി ഒപ്പുവെച്ചത് ശിവജിയും ഔറംഗസേബുമാണ്. അത് താഴെ പറയുന്ന ഏത് മുഗൾ ചക്രവർത്തിയാണ് ശിവജിയുമായി പുരന്ദർ സന്ധി ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റരുത്. ആരാണ്? ഔറംഗസേബാണ്. നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ആരുമായിട്ട്? ശിവജിയുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ശിവജിയുടെ പിൻഗാമിയായിരുന്ന സാംഭാജിയെ വധിച്ചതും ആര് തന്നെയാണ്? സാംഭാജിയെ വധിച്ചതും ഔറംഗസേബാണ്. ഓക്കെ, എന്തൊക്കെയാണ്? സിന്ധുപീർ, ജീവിക്കുന്ന സന്യാസി, അതുകൊണ്ട് പാട്ട് ഇഷ്ടമല്ല, ഡാൻസ് ഇഷ്ടമല്ല, ജരോഗ ദർശൻ ഇഷ്ടമല്ല, ജസിയ പുനരാരംഭിച്ചു, മുഗൾ സാമ്രാജ്യത്തിലെ ബുദ്ധിമാനായ വിഡ്ഢി, പാട്ട് നിർത്തുന്ന ഇഷ്ടമല്ലെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് എന്ത് വിളിക്കാം? ബുദ്ധിമാനായ വിഡ്ഢി എന്ന് പറയാം. അതുപോലെ ജസിയ പുനരാരംഭിച്ചു, ശിവജിയുമായി നിരന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടു, സാംഭാജിയെ വധിച്ചു. 1665 പുരന്ദർ സന്ധി ആരുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഔറംഗസേബുമായി ബന്ധപ്പെട്ടതാണ്. നോക്കൂ, വിജയനഗര സാമ്രാജ്യം. ഇനി അതിൽ പറയുന്നത് വിജയനഗര സാമ്രാജ്യവുമായി അപ്പൊ മുഗൾ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ഏകദേശം ഈ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഭാഗത്തുനിന്നും മാക്സിമം ചോദിക്കാവുന്ന ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ തുടക്കം ഫസ്റ്റ് പേജിൽ കണ്ടതാണ് ആര്? വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ചിത്രം. അപ്പൊ വിജയനഗരവും ഹംപിയും എന്ന് പറയുന്നത് അല്ലെ, മുഗൾ സാമ്രാജ്യം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ തന്നെ ദക്ഷിണേന്ത്യയിലെ വളരെ പ്രബലമായിട്ടുള്ള സാമ്രാജ്യമായിരുന്നു ഏത്? വിജയനഗര സാമ്രാജ്യം. അതിനെന്ത് സംഭവിച്ചു നോക്കാം. വിജയനഗരം, വിജയത്തിന്റെ നഗരം, ഒരേ സമയം ഒരു നഗരത്തിന്റെയും രാജ്യത്തിന്റെയും പേരായിരുന്നു. CE 565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് മനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു. അവരുടെ ഓർമ്മയിൽ ഹംപി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. എന്താണ്? വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഹംപി എന്ന പേരിലാണ് മനുഷ്യരുടെ മനസ്സിൽ അത് നിലനിൽക്കുന്നത്. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷുകാരൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായ വ്യക്തി ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അതിലൂടെയാണ് വിജയനഗരത്തിന്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത്. അപ്പൊ എന്തൊക്കെ പഠിക്കാം ഇവിടെ? ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വ്യക്തി ആരാണ്? 1800 കേണൽ മക്കൻസി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന കേണൽ മക്കൻസി മറക്കരുത്. കേണൽ മക്കൻസിയാണ് എന്ത് കണ്ടുപിടിച്ചത്? ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതാണ് കൂടുതലായിട്ട് വിജയനഗര സാമ്രാജ്യത്തെ കുറിച്ച് അറിയാൻ പ്രചോദനമായത് അല്ലെങ്കിൽ സഹായകമായത്. നോക്കാം, ചോദ്യം നോക്കാം, അല്ലെങ്കിൽ ഒരു ചിത്രം ഒന്ന് കണ്ടോളൂ അല്ലെ. കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിലാണ് വിജയനഗര സാമ്രാജ്യം വളരെ വിശാലമാകുന്നത് അല്ലെ. നമ്മൾ ഔറംഗസേബിന്റെ കാലഘട്ടത്തിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ചിത്രം കണ്ടില്ലേ, പച്ച ചിത്രം. അതുപോലെ ആ കാലഘട്ടത്തിൽ ഇത്രയും ഏരിയ അല്ലെ, ആന്ധ്ര, തെലുങ്കാന, തമിഴ്നാട്, കർണാടകയുടെ കുറച്ച് ഭാഗം, മഹാരാഷ്ട്ര കുറച്ച് ഭാഗം, ഒറീസ, അത്രയും വലിയൊരു ഏരിയ എന്തായിരുന്നു? വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് അത്രയും ഏരിയ ഉണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ആരുടെ കാലഘട്ടത്തിലാണ്? ഈ പറയുന്ന നമ്മുടെ കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിലാണ് അത് ഇമ്പോർട്ടൻ്റ് ആയത് എന്നാണ് പറയുന്നത്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. ഇന്ന് തെറ്റായ പ്രസ്താവനകൾ കുറവായിരുന്നു അല്ലെ. തെറ്റായ പ്രസ്താവന ഏത്? വിജയനഗര സാമ്രാജ്യ സ്ഥാപകനായിരുന്നു കൃഷ്ണദേവരായര് അല്ല, അത് നമുക്കറിയാം. കൃഷ്ണദേവരായര് അതിലത്തെ ഒരു മൂന്നാമത്തെ ഒരു രാജവംശത്തിലെ രാജാവ് മാത്രമായിരുന്നു. അപ്പോൾ 1ാമത്തെ പോയിന്റ് തെറ്റ്. തുംഗഭദ്ര നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്, നമുക്കറിയാം.
ഹംപി തുംഗഭദ്ര ചരിത്ര സ്ഥലങ്ങൾ പഠിക്കുമ്പോൾ നദീതീര പട്ടണങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. അതിൽ പെട്ടതാണ് ഹംപി തുംഗഭദ്രയുടെ തീരത്താണ്. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് നദീതീര പട്ടണങ്ങളും നദികളും അത് അങ്ങനെ ഒരു ഭാഗം നമുക്ക് വല്ലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. വാരണാസി, ഇന്ത്യയുടെ പുണ്യനഗരം എന്നറിയപ്പെടുന്ന വാരണാസി ഏത് നദിയുടെ തീരത്താണ്? ഗംഗയുടെ തീരത്താണ്. അതുപോലെ തന്നെ സുവർണരേഖ നദിയുടെ തീരത്തുള്ള തലസ്ഥാന നഗരമാണ് റാഞ്ചി എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെ ഒരുപാട് താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ് നേരത്തെ ഞാൻ ചോദിച്ചു. അങ്ങനെയുണ്ട്. അതിലെ ഹംപി ആണെങ്കിലും വിജയനഗര സാമ്രാജ്യമാണെങ്കിലും ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ഏത് നദീതീരത്ത് നിലനിന്നിരുന്ന സാമ്രാജ്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുംഗഭദ്രയുടെയാണ്. ഓക്കെ, തുംഗഭദ്ര കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര എന്ന് പറയുന്നത്. ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരിയാണ് ബാർബോസ. ഇറ്റാലിയൻ സഞ്ചാരി അല്ല. തുളുവ രാജവംശത്തിലെ രാജാവായിരുന്നു കൃഷ്ണദേവരായർ. ശരിയാണ്. എന്താണ്? 2ഉം 4ഉം ശരിയാണ്. എന്താണ്? 2ഉം 4ഉം ശരി എന്നാണ് പറയുക. 2ഉം 4ഉം ശരി. നമ്മളോട് എന്താ ചോദിച്ചിരിക്കണത്? തെറ്റായ പ്രസ്താവന. അപ്പോൾ 2ഉം 4ഉം ഇങ്ങനെ കറുപ്പിച്ച ഒരാൾക്ക് ഉത്തരം തെറ്റും. എന്താണ് ശരി? 1ഉം 3ഉം തെറ്റ്. ഇവിടെയാണ് ഉത്തരം കൊടുക്കേണ്ടത്. എന്താണ്? 1ഉം 3ഉം തെറ്റ് എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. 2ഉം 4ആണ് ശരി. ഓക്കെ, 2ഉം 4 മട്ടത്തിൽ കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മളോട് ചോദിച്ചത് എന്താ? തെറ്റായ പ്രസ്താവന. തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന 1 തെറ്റാണ്, 3 തെറ്റാണ്. അപ്പൊ ഇറ്റാലിയൻ അല്ല ബാർബോസ. അത് ശ്രദ്ധിക്കണം. സ്ഥാപകൻ ഇയാളല്ല. വിജയനഗരത്തിലെ രാജാക്കന്മാരും അതിന്റെ കാര്യങ്ങളാണ്. ആദ്യത്തെ രാജവംശം സംഗമ രാജവംശമായിരുന്നു. സംഗമ രാജവംശമാണ് ശരിക്കും എന്ത് സ്ഥാപിക്കുന്നത്? വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ആരൊക്കെയാണ്? ഹരിഹരനും ബുക്കനും, 2 രാജാക്കന്മാര്. അവരാണ് എന്തിന്റെ സ്ഥാപകര്? ഈ പറയുന്ന വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകരായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതിനുശേഷം വന്ന രാജവംശമാണ് സലുവ രാജവംശം. നരസിംഹ സലുവ എന്ന് പറയുന്ന ഒരു രാജാവ്. അത് SCRT-യിലത്തെ ഒരു ബോക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ചില ചോദ്യങ്ങൾ SCRT പാഠപുസ്തകത്തിൽ നിന്ന് അങ്ങനെ തന്നെ ഇടാറുണ്ട്, അങ്ങനെ കോപ്പി ചെയ്ത് ഇടാറുണ്ട്. ചേരുംപടി ചേർക്കുക അല്ലെങ്കിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെയാണ് ഈ പിക്ചറിന് ഇമ്പോർട്ടൻറ്റ് വരുന്നത് കേട്ടോ. നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് മനസ്സിരുത്തി നിങ്ങൾക്ക് ഓർമ്മ വരണം. ആദ്യത്തെ സംഗമ രാജവംശമാണ് സ്ഥാപിക്കാൻ കാരണം ഹരിഹരനും ബുക്കനും. അത് കഴിഞ്ഞിട്ട് സലുവയാണ്. ആരാണ്? നരസിംഹ സലുവ എന്ന് പറയുന്ന ആള്. ദെൻ തുളുവ രാജവംശം മൂന്നാമത്തെയാണ് ഇത് വരുന്നത്. മൂന്നാമത്തെയാണ് തുളുവ രാജവംശം വരുന്നത്. മൂന്നാമത്തെ തുളുവ രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാവ് വീര നരസിംഹനും വളരെ പ്രസിദ്ധനായിട്ടുള്ള രാജാവ് ആര്? കൃഷ്ണദേവരായരുമായിരുന്നു. അപ്പൊ മൂന്നാമത്തെ ഘട്ടത്തിൽ മൂന്നാമത്തെ രാജവംശം വരുന്നു. ഏത്? തുളുവ. അതിലെ തന്നെ 2ാമത്തെ പ്രസിദ്ധനായ രാജാവാണ് ആര്? കൃഷ്ണദേവരായര്. കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിലാണ് വിജയനഗര സാമ്രാജ്യം കുറച്ചും കൂടി വിശാലമാകുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റത്തെയാണ് 4ാമത്തെ രാജവംശമാണ് അരവിഡു വംശം. അരവിഡുലത്തെയാണ് തിരുമല അതുപോലെ വെങ്കിട ഒന്നാമൻ എന്ന് പറയുന്നവരൊക്കെ എവിടത്തെയാണ്? അരവിഡു എന്ന് പറയുന്ന രാജവംശത്തെ. അപ്പോൾ സംഗമ സലുവ തുളുവ അരവിഡു. സംഗമ സലുവ തുളുവ അരവിഡു. തുളുവയാണ് ആരുടെ? കൃഷ്ണദേവരായരുടെ. അതിന്റെ സ്ഥാപകര് ഏത് രാജവംശ ചോദിച്ചു കഴിഞ്ഞാൽ സംഗമ രാജവംശമാണ് അതിന്റെ സ്ഥാപകര്. നോക്കൂ, ഹരിഹരൻ ബുക്കൻ എന്നീ 2 സഹോദരങ്ങളാണ് CE അല്ലെ. നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചു. CE എന്ന് പറഞ്ഞാൽ കോമൺ എറ. ADക്ക് പകരം വന്നതാണ് ഇത് CE എന്ന് പറയുന്നത്. 1336 വിജയനഗരം സ്ഥാപിക്കപ്പെട്ടു. 1336 വിജയനഗരം സ്ഥാപിക്കപ്പെട്ടു. നോക്കൂ, മുഗൾ സാമ്രാജ്യം 526 സ്ഥാപിക്കപ്പെട്ടത്. പക്ഷെ കുറച്ചു കാലം ഇത് രണ്ടും നിലനിന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് പറയാം? മുഗൾ സാമ്രാജ്യം ഭരണം കൈയാളുന്ന കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം എന്ന് പറയാം. രണ്ടും ഏകദേശം ഒരുപോലെ അല്ലെങ്കിലും ഒരുപോലെയുള്ള വർഷങ്ങളിൽ അത് നിലനിന്നിരുന്നു. 1336 വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടത്. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരി കൃഷ്ണദേവരായർ. 1509 മുതൽ 1529 വരെ, 509 മുതൽ 529 വരെ, 509 മുതൽ 529 വരെ ആ കാലഘട്ടം ആരുടെയാണ്? 526, 1526 ബാബറിന്റെ കാലഘട്ടം. നമ്മൾ പറഞ്ഞു എന്താണ്? ബാബറിന്റെ സമകാലികനായിരുന്ന വ്യക്തിയാണ് ആര്? കൃഷ്ണദേവരായർ. തെറ്റരുത്. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത് യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസയാണ്. ആരാണ്? യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പോർച്ചുഗീസ് സഞ്ചാരി. യൂറോപ്യൻ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ പോർച്ചുഗീസ് സഞ്ചാരിയായിരുന്ന ബാർബോസ. നേരത്തെ ചോദ്യം എന്തായിരുന്നു?
നേരത്തെ ചോദ്യം എന്തായിരുന്നു? ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരി എന്നാണ് നമ്മൾ ആരെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബാർബോസേനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഈ ഭാഗം വായിച്ച ഒരാളാണെങ്കിൽ ആ പോയിന്റ് ശരിയാവില്ലേ? എന്താണ്? പോർച്ചുഗീസ് സഞ്ചാരിയാണ് ആര്? ബാർബോസ. ഓക്കെ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണിത്. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മുറയെന്നോ കിരാതനെന്നോ വ്യത്യസ്തമില്ലാതെ ഏതൊരു വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവും ഇല്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു എന്നുള്ളത് ഈ കൃഷ്ണദേവരായരുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞത് ആരാണ്? ബാർബോസയാണ്. പോർച്ചുഗീസ് സഞ്ചാരിയാണ്, യൂറോപ്യൻ സഞ്ചാരിയാണ്. 1509 മുതൽ 29 വരെയാണ് കൃഷ്ണദേവരായരുടെ കാലഘട്ടം ഉണ്ടായിരുന്നത്. നോക്കാം, കൃഷ്ണദേവരായരുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പരിശോധിക്കുക. പ്രശസ്ത കൃതിയാണ് അമുക്തമാല്യത. കൃഷ്ണദേവരായരുടെ പ്രശസ്ത കൃതിയാണ് അമുക്തമാല്യത. അഭിനവ ഭോജൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അഭിനവ ഭോജൻ എന്ന് മാത്രമല്ല, ആന്ധ്രാഭോജൻ എന്ന് അറിയപ്പെട്ടിരുന്നു. അപ്പൊ ഇത് ശരിയാണ്. ബാബറുടെ സമകാലികൻ, നമ്മൾ ആ വർഷം പറഞ്ഞു അല്ലെ, ബാബറുടെ സമകാലികൻ, ഇത് ശരിയാണ്. രാജസദസ്സിലെ കവികൾ അഷ്ടദിഗജങ്ങൾ എന്നറിയപ്പെട്ടിരുന്നു. എന്താണ്? അഷ്ടദിഗജങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്നു. അപ്പോൾ 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്, എല്ലാം ശരി. നോക്കാട്ടോ. അപ്പൊ ഈ 4 പോയിന്റും പഠിക്കണേ. ഈ 4 പോയിന്റും പഠിക്കണം. പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ഏത്? അമുക്തമാല്യത. കൃഷ്ണദേവരായരുടെ പ്രശസ്തമായ കൃതിയാണ് അമുക്തമാല്യത. ജാമ്പവതി കല്യാണം, അങ്ങനെ കുറെ കൃതികളുണ്ട്. അമുക്തമാല്യത മറക്കരുത്. അഭിനവ ഭോജൻ. അതുപോലെ ബാബറുടെ സമകാലികൻ. അഷ്ടദിഗജങ്ങൾ, അഷ്ടപ്രധാനമല്ല, നവരത്നങ്ങളല്ല, അഷ്ടദിഗജങ്ങൾ. അപ്പൊ ചോദ്യം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഉത്തരമിടാൻ ചോദ്യം ഇതാ: നവരത്നങ്ങൾ ആരുടെ സദസ്സിനെ പറയുന്ന പേരായിരുന്നു? നവരത്നങ്ങൾ അലങ്കരിച്ചിരുന്നത് ആരുടെ സദസ്സിനെയാണ്? ഇത് അഷ്ടദിഗജങ്ങളാണ്. നോക്കാട്ടാ. കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിന്റെയും വികസനത്തിന്റെയും കാലഘട്ടമായിരുന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചിരുന്നു. മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം. എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിച്ചു. അപ്പൊ ഈ പുസ്തകം ഈ ചാപ്റ്റർ ശരിക്കും പറയുന്നത് എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിച്ച അക്ബർ ചക്രവർത്തിയെയും കൃഷ്ണദേവരായരുടെയും ഒരു കമ്പാരിസൺ ആണ് എന്തിൽ പറയുന്നത്? ഈ ചാപ്റ്ററിൽ കൃത്യമായിട്ട് പറയുന്നത്. വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം കൊണ്ട് അനുവദിച്ചിരുന്നു അല്ലെ. ഇബാദത്ത് ഖാന, അക്ബറുടെ ഇബാദത്ത് ഖാന പോലെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ആർക്കും ഉണ്ടായിരുന്നത്? കൃഷ്ണദേവരായർക്കും ഉണ്ടായിരുന്നത്. കൃഷ്ണദേവരായരുടെ കാലത്ത് കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിലും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. അസാമാന്യമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ 2 പ്രധാനപ്പെട്ട കൃതികളാണ് അമുക്തമാല്യത, ജാമ്പവതി കല്യാണം. ഏതാണ്? അമുക്തമാല്യത, ജാമ്പവതി കല്യാണം. ഓക്കെ. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അഷ്ടദിഗജങ്ങൾ അദ്ദേഹത്തിന്റെ അറിയപ്പെട്ടിരുന്ന പണ്ഡിതന്മാരെ കൃഷ്ണദേവരുടെ സദസ്സിലുണ്ടായിരുന്നു. അഷ്ടദിഗജങ്ങൾ. അപ്പൊ ഈ പോയിന്റുകൾ എന്താണ്? സംസ്ഥാന നഗരിയായ ഹംപി, ക്ഷേത്രങ്ങള്, കൊട്ടാരങ്ങൾ, കോട്ടകൾ, അതായത് മതസഹിഷ്ണുത അദ്ദേഹം ഊന്നൽ കൊടുത്തിരുന്നു. എല്ലാ മതങ്ങൾക്കും ഇമ്പോർട്ടന്റ് കൊടുത്തിരിക്കുന്നു. എല്ലാ മതങ്ങളെ ഒരുപോലെ പരിഗണിച്ചിരുന്നു. അമുക്തമാല്യതയാണ്, ജാമ്പവതി കല്യാണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളാണ്. അഗാധ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സദസ്സ് അത്രയും സമ്പന്നമായിരുന്നു പണ്ഡിതരെ കൊണ്ട്. അവരെ നമ്മൾ എന്ത് വിളിച്ചു? അഷ്ടദിഗജങ്ങൾ എന്ന് വിളിച്ചു. അഷ്ടദിഗജങ്ങൾ എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ കൃഷ്ണദേവരായരും അക്ബറും ഏകദേശം ചില കാര്യങ്ങൾ ഒരുപോലെയായിരുന്നു. ഇനി എന്താണ്? അഭിനവ ഭോജൻ മാത്രമല്ല, ആന്ധ്രാഭോജൻ എന്നറിയപ്പെട്ടിരുന്നു. ആന്ധ്രാ പിതാമഹൻ എന്നറിയപ്പെട്ടിരുന്നു. കന്നഡ രാജ്യ രാമരമണ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. എന്തൊക്കെയാണ്? ആന്ധ്രാഭോജൻ, ആന്ധ്രയുടെ പിതാമഹൻ, കന്നഡ രാജ്യ രാമരമണ എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ആര്? കൃഷ്ണദേവരായര്. തുളുവ രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാവായിരുന്നു. ഓക്കെ. ജാമ്പവതി കല്യാണം തെലുങ്ക് ഭാഷയിലും ഉഷാപരിണയം സംസ്കൃത ഭാഷയിലും എഴുതിയ കൃതിയാണ്. ജാമ്പവതി കല്യാണം തെലുങ്ക് ഭാഷയിലും ഉഷാപരിണയം സംസ്കൃത ഭാഷയിലും എഴുതിയ കൃതിയാണ്. കൂടാതെ വേറൊരു കൃതി കൂടിയുണ്ട്, സത്യവതി പരിണയം. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഭരണകാലഘട്ടം പ്രബന്ധകാലം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? പ്രബന്ധകാലം. അപ്പൊ എന്താണ്? ആന്ധ്രാ പിതാമഹൻ, ആന്ധ്രാഭോജൻ,
കന്നഡ രാജ്യരമണ എന്നീ പേരുകൾ അറിയപ്പെട്ടിരുന്നു. ജാമ്പവതി കല്യാണം ഉണ്ട്, അമുക്തമാല്യത ഉണ്ട്, ഉഷാപരിണയ ഉണ്ട്, സത്യവതി പരിണയ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിനെ ഇപ്പോൾ കോമൺലി പറഞ്ഞിരുന്ന പേര്, മൊത്തത്തിൽ പറയുന്ന പേരെന്താണ്? പ്രബന്ധകാലം. പ്രബന്ധകാലം, പ്രബന്ധകാലം. തെറ്റരുത്. കൃഷ്ണദേവരായരുടെ ഭരണകാലഘട്ടം അറിയപ്പെട്ടിരുന്നത് എന്താണ്? പ്രബന്ധകാലം എന്നാണ്. ഓക്കെ. ഭരണ സംവിധാനം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഈ ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കേണ്ടതുണ്ട്, ഒന്ന് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. രാജവാഴ്ചയാണ്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ, അതായത് പ്രവിശ്യ, നമുക്കെന്തായിരുന്നു അക്ബറുടെ കാലഘട്ടത്തിൽ അതെന്തായിരുന്നു? സുബകളായിരുന്നു. പ്രവിശ്യക്ക് പറയുന്ന പേര് സുബ, ഇവിടെ പ്രവിശ്യ. ജില്ലകൾക്ക് അവിടെ പറഞ്ഞിരുന്ന പേര് സർക്കാരുകൾ, ഇവിടെ പറഞ്ഞിരുന്ന പേര് നാടുകൾ. ഉപജില്ലകൾക്ക് സ്ഥലം, അല്ലെ? അതുപോലെ ഗ്രാമങ്ങൾ. അവിടെ എന്താ ഉണ്ടായിരുന്നത്? അവിടെ ഉണ്ടായിരുന്നത് ജില്ലകൾക്ക് സർക്കാർ, പ്രവിശ്യകൾ ആണെങ്കിൽ മണ്ഡലങ്ങൾക്ക് പകരം സുബകള്, അല്ലെ? പർഗാന, അല്ലെ? അതിന്റെ ഇടയിൽ ഒരു പർഗാന. അവിടെ എങ്ങനെയായിരുന്നു? ഗ്രാമം പർഗാന, സർക്കാർ അല്ലെങ്കിൽ ജില്ല, അതിന്റെ മേലെ നുബ പ്രവിശ്യ, സുബ പ്രവിശ്യ. ഇവിടെ എന്താണ്? മണ്ഡലം, അതാണ് പ്രവിശ്യ. നാടുകൾ, അതാണ് ജില്ല. സ്ഥലം, ഉപജില്ലകള്, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. അപ്പൊ അക്ബറും വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരും ഭരണകാര്യത്തിൽ ഏകദേശം ഒരുപോലെ വന്നുട്ടാ. ഇനി രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിന് ശിക്ഷിക്കുന്നതിനുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അക്ബറിന്റെ കാലത്ത് എന്തില്ല? കോടതികളില്ല. തീർപ്പ് കൽപ്പിക്കുക ആരാണ്? പ്രാദേശിക മത പണ്ഡിതന്മാരാണ് അക്ബറുടെ കാലത്ത് എന്ത് ചെയ്തിരുന്നത്? തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഇവിടെ കോടതികളുണ്ട് കേട്ടോ. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിൽ കോടതി തന്നെയാണ് ചെയ്തിരുന്നത്. ഇനി നോക്കൂ, ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. തെറ്റരുത്. നായകന്മാരും അമരനായകന്മാരും. സൈനിക മേധാവികൾ അറിയപ്പെട്ടിരുന്ന പേരാണ് അമരനായകന്മാർ. അക്ബറുടെ കാലഘട്ടത്തിൽ മാൻസബ്ദാർമാർ എന്നറിയപ്പെട്ടിരുന്നതിന് പകരം ഇവിടെ അറിയപ്പെടുന്നത് എന്താണ്? അമരനായകന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു. അവിടെയും അക്ബർ എന്ത് ചെയ്തിരുന്നു? ആ ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു. മാൻസബുകൾക്ക്, മാൻസബ്ദാർമാർക്ക് ഭൂമികൾ അനുവദിച്ച് നൽകിയിരുന്നു. ഇനി ഇങ്ങനെ കൊടുക്കുന്ന ഭൂമികള് അമര എന്നാണ് അറിയപ്പെടുക. അത് ആരുടെ പേരിൽ? അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്ന ആൾക്കാരാണ് അമരനായകന്മാര്. അപ്പൊ ഇവിടെയും ഒരു സൈനിക സമ്പ്രദായം വളർത്തി കൊണ്ടുവരാൻ കൃഷ്ണദേവരായർ ശ്രമിച്ചിരുന്നു. എന്താണ്? സൈനിക മേധാവികൾ അമരനായകന്മാരാണ്. അവർക്ക് പതിച്ചു നൽകുന്ന ഭൂമിയാണ് അമര. അവിടെ അധികാരം കൈയാളുന്ന വ്യക്തികളാണ് അമരനായകന്മാര്. ഇനി അവിടുത്തെ നികുതി പിരിക്കാനുള്ള അവകാശം ആർക്ക് തന്നെയാണ്? അവിടുത്തെ നികുതി പിരിക്കാനുള്ള അവകാശം അമരനായകന്മാർക്ക് തന്നെയാണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ അവിടെ മാൻസബ്ദാർമാർ തന്നെയാണ് നികുതി പിരിച്ചതെന്ന്, എന്നിട്ട് സൈന്യത്തിനെ നിലനിർത്തി കൊണ്ടുപോകുകയായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? അമരനായകൻ എന്ന് പറയുന്നത് അമരത്തിന്റെ അധികാരം അല്ലെങ്കിൽ ഭരണം നിർവഹിക്കുന്ന വ്യക്തി. അമരം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഭൂമിയാണ്. ശരി, അമരനായകന്മാരാണ് അവിടുത്തെ നികുതി പിരിച്ചത്. അമരനായകർ ഒരു നിശ്ചിത തുക രാജാവിന് നൽകും. ഒരു നിശ്ചിത കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവയെ നിലനിർത്തിയിരുന്നു. നേരത്തെ അവിടെ അക്ബറിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ അതിനെ നിലനിർത്താനുള്ള ചെലവ് വഹിച്ചിരുന്നത് ആ നികുതിയിൽ നിന്നാണ്. ഒരു ഭാഗം രാജാവിന് കൊടുത്തു. അങ്ങനെ നിലനിർത്തിയിരുന്ന ആ സംവിധാനത്തിനെ പറയുന്ന പേരാണ് അമരനായക സംവിധാനം. എന്താണ്? ഇത്രയേ ഉള്ളൂ. ഭരണ സംവിധാനത്തിലെ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് നായകന്മാരും അമരനായകന്മാരും. സൈനിക മേധാവികളാണ് ആര്? അമരനായകന്മാർ എന്നറിയപ്പെടുന്നത്. അമരനായകന്മാർക്ക് ഒരു പ്രത്യേക ഭൂമി എന്നല്ല, ഭൂമി പ്രത്യേകമായിട്ട് പതിച്ചു നൽകിയിരുന്നു. അവിടുത്തെ ഭരണം നടത്തുന്ന വ്യക്തികൾ, അമരത്തിന്റെ ഭരണം നടത്തുന്നവർ അമരനായകന്മാര്. അവിടുത്തെ നികുതി പിരിക്കുക അമരനായകന്മാരാണ്. ആ നികുതി പിരിച്ചിട്ട് കുറച്ച് രാജാവിന് കൊടുക്കും, കുറച്ച് എന്ത് ചെയ്യും? അവരവിടെ സൈന്യത്തിനെ നിലനിർത്താണ്ട് ഉപയോഗിക്കും. ഈ സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് അമരനായക സമ്പ്രദായം. അക്ബറിന്റെ കാലഘട്ടത്തിലാണെങ്കിൽ അത് എന്തറിയപ്പെട്ടു? മാൻസബ്ദാരി എന്ന് അറിയപ്പെട്ടു. നോക്കൂ, ഫാൽക്കൺ PSയുടെ ഒരു കിടിലൻ ഓഫറാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 10th പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസ്. പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതിയിട്ട് നമ്മൾ തറാവുക എന്ന് പറയില്ലേ? പരീക്ഷ എഴുതിയാലാണ് നമുക്ക് ഈ പഠിച്ചതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് സീരീസ് ആണ് 10th പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ആണ്. ഇപ്പോൾ
അത് പർച്ചേസ് ചെയ്താൽ നമുക്ക് ഓഫർ പ്രൈസ് ആണ് എത്ര 49 രൂപയുടെ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പർച്ചേസ് ചെയ്യുക, ആപ്പ് വഴി അത് പർച്ചേസ് ചെയ്യുക. നിങ്ങൾ ടെസ്റ്റ് സീരീസ് ചെയ്തു തുടങ്ങുക. 10th പ്രിലിംസിൻ്റെ പരീക്ഷ വരുന്നതിന് മുമ്പ് മാക്സിമം പോയിന്റുകൾ, മാക്സിമം സബ്ജക്റ്റുകൾ, മാക്സിമം ടോപ്പിക്കിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിനുള്ള കിടിലൻ സമയമാണ് ഇപ്പോൾ ഈ 49 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, അത് ചെയ്യണം. അതിൽ 500+ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്. ഡീറ്റെയിൽ ആൻസർ ഉണ്ടായിരിക്കും, അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടായിരിക്കും, അല്ലേ? എല്ലാം നിങ്ങൾക്ക് കിട്ടും വെറും 49 രൂപയ്ക്കാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളത് മേടിക്കണം. ഓക്കെ, ഇനി നോക്കൂ, നമ്മുടെ ഫാൽക്കൻ്റെ പുതിയൊരു കോഴ്സ്, ഒരു ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത് ഒക്ടോബർ 2-നാണ്. ഒക്ടോബർ 2-ന് ലീഗൽ അസിസ്റ്റന്റിന്റെ 20 ക്ലാസ്സുകൾ അടങ്ങിയ ഒരു സീരീസ് ആണ്, ക്രാഷ് കോഴ്സാണ്. ഇപ്പോൾ ഓഫർ പ്രൈസ് 999 രൂപയ്ക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. തീർച്ചയായും ഈ ലീഗൽ അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുക, ഒപ്പം പഠിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ 20 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, കൃത്യമായിട്ട് മുന്നോട്ട് പോവുക, ഫാൽക്കൺ PSCയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. നോക്കൂ, നമ്മൾ നമ്മുടെ 16ാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ് നമ്മൾ. വിജയനഗര സാമ്രാജ്യ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പരിശോധിക്കുക. കേന്ദ്ര ഭരണ സംവിധാനം അറിയപ്പെട്ടിരുന്നത് നായങ്കര സമ്പ്രദായം. അത് ശരിയാണ്. അതെന്താന്ന് ഞാൻ പറഞ്ഞു തരാം. മന്ത്രിമാർ ദണ്ഡനായക എന്നറിയപ്പെട്ടു, അല്ലെ? എന്താണ് അറിയപ്പെടുന്നത്? ദണ്ഡനായകമാർ എന്നറിയപ്പെട്ടു. നമ്മൾ അക്ബറുടെ ഭരണ സംവിധാനം അറിയപ്പെട്ടിരുന്നത് എന്താ? മീർബക്ഷി, സൈനികം, അല്ലെ? പിന്നെ അതുപോലെ കൊത്തുവാൾ, എന്താണ് അത്? ക്രമസമാധാനമാണ്. അതുപോലെ തന്നെ വസീർ എന്ന് പറഞ്ഞ ധനകാര്യ വകുപ്പാണ്. മീർബക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈനിക തലവനാണ്. അവിടെ അതുപോലെ തന്നെ ഇവിടെ കൃഷ്ണദേവരായരുടെ മന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേര്, അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിൽ മന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ദണ്ഡനായക. അമരനായക സംവിധാനം നിലനിന്നിരുന്നു. അത് നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചു. അപ്പൊ ഈ പോയിന്റ് ശരിയാ. പ്രധാന നികുതിയാണ് ഗിസ്ത്. അപ്പൊ നമുക്ക് 3 ശരിയാന്നുള്ളത് നമുക്കറിയാം. 3 ശരിയാണെങ്കിൽ, എല്ലാത്തിലും 3 ഉണ്ട്, അപ്പൊ പെട്ടുപോയി. അപ്പൊ നമുക്കിത് എല്ലാം അറിയണം. എല്ലാം അറിഞ്ഞാലേ പറ്റുള്ളൂ. ഇവിടെ ഉത്തരം വരുന്നത് ഇത് ശരിയാണ്, ഇത് ശരിയാണ്, ഇത് ശരിയാണ്, ഇത് ശരിയാണ്. 1 2 3 4 ശരിയാണ്. എന്താണ്? 1 2 3 4 ശരി, എല്ലാം ശരി എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. എല്ലാം ശരി. കുറച്ച് ഡീറ്റെയിൽ നോക്കാനുണ്ട് കേട്ടോ. എന്തത് നോക്കാം. നായങ്കര സമ്പ്രദായത്തിൽ സൈന്യാധിപന്മാർക്ക്, അതായത് പ്രവിശ്യ ഗവർണർമാർക്ക് രാജാവ് നൽകുന്ന പദവിയാണ് നായക്. നമ്മൾ നേരത്തെ സൈനിക പദവിയായിട്ട് നൽകിയിരുന്നത് എന്തായിരുന്നു? അമരനായകൻ എന്ന് പറയുന്ന, അമരനായക് എന്ന് പറഞ്ഞൊരു പദവിയായിരുന്നു. ഇവിടെ കൊടുക്കുന്നത് എന്താണ്? നായങ്കര സമ്പ്രദായത്തിൽ സൈന്യാധിപന്മാർക്ക്, അതായത് പ്രവിശ്യ ഗവർണർമാർക്ക് നൽകുന്ന ഒരു പദവിയായിരുന്നു ഇത് നായക് എന്ന് പറയുന്നത്. നായകരുടെ സേവനത്തിന് അവർക്കൊരു ഭൂമി പതിച്ചു നൽകിയിരുന്നു, അല്ലെ? അതിന്റെ പേരാണ് അമര. നേരത്തെ പറഞ്ഞ സമ്പ്രദായം തന്നെയാണ്. ഓക്കെ, അമര. ഇനി അമരത്തിന്റെ ഭരണം അമരനായകന്മാർക്ക്, അത് നമ്മൾ പറഞ്ഞതാണ്. ആ അമരനായകന്മാര് നികുതി പിരിക്കും, എന്നിട്ട് ആ കരം പിരിക്കും. ബാക്കിയുള്ളത് അവര് ആ സൈന്യത്തിനെ നിലനിർത്തും, രാജാവിന് കൊടുക്കും. ആ സംവിധാനത്തിനെ നമ്മൾ അമരനായക സംവിധാനം എന്ന് പറയും. ശരി, അമരഭൂമിയിൽ കരം പിരിക്കാനും ഭരിക്കാനും നായകന്മാർക്ക് നൽകുന്ന അധികാരത്തിനെയാണ് എന്ത് പറയുക? നായങ്കര സമ്പ്രദായം. എന്താണ് പറയുക? ഒന്നുകൂടി നോക്കുക. എന്താണ് നായങ്കര സമ്പ്രദായം എന്ന് പറഞ്ഞ സമ്പ്രദായം നിലനിന്നിരുന്നു. ആ സമ്പ്രദായം എന്താണ്? ഭരിക്കാനും കരം പിരിക്കാനും നൽകുന്ന അവകാശത്തെയാണ് എന്ത് പറയുന്നത്? നായങ്കര സമ്പ്രദായം. എന്താണ്? ഭരിക്കാനും കരം പിരിക്കാനുമുള്ള അവകാശത്തെ പറയുന്ന പേര് നായങ്കര സമ്പ്രദായം. അമരനായക സമ്പ്രദായം എന്തായിരുന്നു? സൈന്യത്തെ തീറ്റിപ്പോറ്റുന്ന ആ സമ്പ്രദായത്തെ പറയുന്ന പേരായിരുന്നു അമരനായക സമ്പ്രദായം. ശരി, എന്താ ഉണ്ടാവുന്നത്? പ്രവിശ്യ ഗവർണർമാർക്ക് നൽകുന്ന പദവി നായക്. നായകന്മാരുടെ സേവനത്തിന് പകരം നൽകുന്ന ഭൂമി അമര. അമരത്തിന്റെ ഭരണം അമരനായകന്മാർ. അമരനായക സംവിധാനം നിലനിന്നിരുന്നു. അത് വേറെ സംവിധാനമാണ്. അവിടുത്തെ സൈന്യത്തെ നിലനിർത്തുന്ന സംവിധാനമാണ്. അവിടെ കരം പിരിക്കാനും ഭരിക്കാനുമുള്ള സംവിധാനത്തിന് നമ്മൾ എന്ത് പറയും? നായങ്കര സമ്പ്രദായം എന്ന് പറയും. വിജയനഗര കാലത്ത് പ്രാദേശിക ഭരണം അറിയപ്പെടുന്നത് അയ്യഗാർ സമ്പ്രദായം എന്നാണ്. എന്താണ്? ഈ പ്രവിശ്യ ഭരണം അറിയപ്പെട്ടിരുന്നത് നായങ്കര സമ്പ്രദായം എന്നും പ്രാദേശിക ഭരണം അറിയപ്പെട്ടിരുന്നത് അയ്യഗാർ സമ്പ്രദായം എന്നുമാണ്. വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് നായകുണ്ട്, അമരനായക് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അമരത്തിന്റെ തലവനാണ് ആര്? അമരനായക്.
സൈന്യാധിപന്മാർക്ക് പറയുന്ന പേരാണ് നായക്. ഇവർക്ക് അമരം ഭൂമി നൽകിയിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം? അമരനായകൻ എന്ന് വിളിക്കാം. അമരനായകൻ സൈന്യത്തെ നിലനിർത്തുന്നുണ്ടെങ്കിൽ അമരനായക സമ്പ്രദായം അവിടെ ഉണ്ട് എന്ന് പറയാം. അവിടെ കരം പിരിക്കുന്നുണ്ടെങ്കിൽ, അവിടെ ഭരണം നടത്തുന്നുണ്ടെങ്കിൽ ആ സമ്പ്രദായത്തിനെ നായകര സമ്പ്രദായം എന്ന് പറയാം. ഇതേ സിസ്റ്റം പ്രാദേശിക ഭരണത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അയ്യഗാർ സമ്പ്രദായം എന്ന് പറയാം. ഓക്കെ അല്ലേ? ശരി. സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാനുള്ള ഒരു ഭാഗമാണ് കേട്ടോ. നോക്കാം. വിവിധ ജാതിമത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം. ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത്. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണന്മാരായിരുന്നു ട്ടാ. സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾക്ക് കൃഷി, കച്ചവടം, തൊഴിൽ മുഖ്യമായി ഏർപ്പെട്ടിരുന്നത്. രാജ്യകൊട്ടാരത്തിൽ രാജ്യീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു. സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. ശൈശവിവാഹം, സതി സമ്പ്രദായം എന്നിവയും കാണപ്പെട്ടിരുന്നു. ഇത് മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിലും കണ്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ബ്രാഹ്മണർക്ക് എന്തുണ്ടായിരുന്നു? മേധാവിത്വം ഉണ്ടായിരുന്നു. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തില് സമൂഹത്തിൽ ആർക്കുണ്ടായിരുന്നു? സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത് ബ്രാഹ്മണർക്കാണ്. ഇത് നോക്കൂ. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതക പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. ആര് പറഞ്ഞതാണ്? വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി ഡൊമിംഗോ പയസ്. ആരാണ്? ഡൊമിംഗോ പയസ്, പോർച്ചുഗീസ് സഞ്ചാരി. നേരത്തെ പറഞ്ഞൊരു പോർച്ചുഗീസ് സഞ്ചാരി ആരാണ്? ബാർബോസ. ഇതാരാണ്? ഡൊമിംഗോ പയസ്. നോക്കാം. അപ്പൊ ബ്രാഹ്മണർക്ക് എന്തുണ്ടായിരുന്നു? അവിടെ മുൻതൂക്കം ഉണ്ടായിരുന്നു എന്ന് പഠിക്കാം. നമുക്ക് വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വിദേശ സഞ്ചാരികൾ ആരൊക്കെയാന്ന് നോക്കട്ടെ. ഇബൻ ബത്തൂത്ത ആഫ്രിക്കൻ സഞ്ചാരി, അല്ലെങ്കിൽ എന്ത് പറയാം? മൊറോക്കൻ സഞ്ചാരി. ആരുടെ കാലഘട്ടത്തിൽ? ഹരിഹരൻ ഒന്നാമന്റെ കാലഘട്ടത്തില്. നിക്കോളോ കോണ്ടി വെനീഷ്യൻ സഞ്ചാരി അല്ലെങ്കിൽ ഇറ്റാലിയൻ സഞ്ചാരി ദേവരായരുടെ കാലഘട്ടത്തില്. അബ്ദുൾ റസാക്ക് പേർഷ്യ. അത്തനേഷ്യസ് നിഗദിൻ റഷ്യ. ഡ്യൂററ്റ് ബാർബോസ, അത് നമ്മൾ കേട്ടതാ, പോർച്ചുഗല്. ഡൊമിംഗോ പയസ് പോർച്ചുഗല്. ഫെർണാവോ നൂനിസ് പോർച്ചുഗല്. സിസർ ഫെഡറിക് ഇറ്റലി. ഇത്രയും വിദേശ സഞ്ചാരികൾ എന്തുണ്ടായിട്ടുണ്ട്? വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാറ് ഉള്ളത് ഒന്ന് നിക്കോളോ കോണ്ടിനെ ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. നിക്കോളോ കോണ്ടി ഇറ്റാലിയൻ സഞ്ചാരിയാണ് അല്ലെങ്കിൽ വെനീഷ്യൻ സഞ്ചാരിയാണ്. ഇബൻ ബത്തൂത്ത മൊറോക്കൻ സഞ്ചാരി അല്ലെങ്കിൽ ആഫ്രിക്കൻ സഞ്ചാരി എന്ന് പറയും. അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഡൊമിംഗോ പയസും ബാർബോസയും ഫെർണാനൂനീസും 3 പോർച്ചുഗലാണുള്ളത്. അപ്പൊ നിങ്ങളിത് 3 കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എളുപ്പമായി അല്ലെ. 2 ഇറ്റലി 3 പോർച്ചുഗലാണ്. 2 ഇറ്റലി 3 പോർച്ചുഗല്. ആരൊക്കെയാണ്? ബാർബോസ, ഡൊമിംഗോ പയസ്, നൂനിസ്. ഇത് പോർച്ചുഗീസ് ആണ്. ഫെഡറിക്കും നിക്കോളോ കോണ്ടിയും ഇറ്റലിയാണ്. പിന്നെ പേടിക്കാറില്ല. എന്താ? ഇബൻ ബത്തൂത്ത മൊറോക്കൻ സഞ്ചാരിയാണ്. അബ്ദുൾ റസാഖ് തെറ്റാൻ സാധ്യതയില്ല. പേർഷ്യൻ അറബി സഞ്ചാരി എന്ന് പഠിക്കരുത്, പേർഷ്യൻ സഞ്ചാരി എന്ന് തന്നെ പഠിക്കണം. അത്തനേഷ്യസ് നിഗദിൻ റഷ്യ അല്ലെ. ഇവിടെ ഷ്യാണ്ട്. അപ്പോൾ റഷ്യ, പേർഷ്യ അല്ല കേട്ടാ. പേർഷ്യയുടെ പേരെന്താണ്? അബ്ദുൾ റസാഖ് പേർഷ്യ. ഓക്കെ. നിക്കോളോ കോണ്ടിയും അതുപോലെ തന്നെ ഫെഡറിക്കും ഇറ്റാലിയൻ സഞ്ചാരികൾ. പോർച്ചുഗല് ഡൊമിംഗോ പയസ്, ബാർബോസ, നൂനിസ്. ഓക്കെ. ഇത്രയും വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച ആരാണെന്ന് പറയാം? വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വിദേശികളാണ് എന്ന് പറയാം. എല്ലാം ചോദിക്കണം എന്നില്ല. പക്ഷേ എങ്ങാനും എന്ത് ചെയ്യാം? ഒരു ചേരുംപടി ചേർക്കുക എന്ന രീതിയിൽ എങ്ങാനും ചോദിച്ചാൽ തെറ്റരുത്. ഓക്കെ. വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. ഇന്ത്യയുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നു. ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിനും അധികം അറബികൾക്കും പോർച്ചുഗീസുകാർക്കുമായിരുന്നു എന്തുണ്ടായിരുന്നത്? വിദേശ വ്യാപാരത്തിന്റെ കുത്തക ഉണ്ടായിരുന്നത്. വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് അറബികൾക്കും അതുപോലെ തന്നെ പോർച്ചുഗീസുകാർക്കുമായിരുന്നു കുത്തക ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് 3 പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് കുത്തക ഉണ്ടായിരുന്നു. വിദേശ വ്യാപാരത്തിന്റെ കുത്തക ഉണ്ടായിരുന്നു. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായിട്ടും വ്യാപാരം നടന്നിരുന്നു. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്ന കുതിരകളും തുടങ്ങിയവയിൽ നിന്നും കൊണ്ടുവന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടന്നിരുന്നത് അറബികളായിരുന്നു.
ഓക്കെ, കുതിര കച്ചവടത്തിൽ ഏർപ്പെടുന്ന പ്രാദേശിക കച്ചവടക്കാരാണ് കുതിരച്ചെട്ടികൾ എന്ന പേരിൽ അറിയപ്പെട്ട്. ജസ്റ്റ് വായിച്ചു നോക്കാനുള്ള ഭാഗമാണ്. അതിന്റെ സമ്പത്ത് വ്യവസ്ഥയെ പറ്റിയിട്ടാണ് പറയുന്നത്. നോക്കൂ, ഈ വിജയനഗര കാലഘട്ടത്തിലെ സാംസ്കാരിക രംഗത്തിന്റെ പുരോഗതി വിളിച്ചു കാണിക്കുന്ന ചിത്രങ്ങളാണിത്. ഹസാര രാമക്ഷേത്രം ഹംപി, വിത്തല സ്വാമി ക്ഷേത്രം ഹംപി, വിരൂപാക്ഷ ക്ഷേത്രം ഹംപി, ലോട്ടസ് മഹൽ ഹംപി, ഇതൊക്കെ ഹംപിയിൽ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, ഇത് ഹസാര രാമസ്വാമി ക്ഷേത്രമാണ്, ഇത് വിത്തല സ്വാമി ക്ഷേത്രമാണ്, അത് വിരൂപാക്ഷ ക്ഷേത്രം, അതാണ് നമ്മൾ ഫസ്റ്റ് കണ്ട ചിത്രം. ഇത് നമ്മൾ നോട്ടിൽ കാണുന്ന ചിത്രമാണ്. അതുപോലെ തന്നെ ലോട്ടസ് മഹൽ. അപ്പോൾ ഒരു ചോദ്യം, ഹംപി കാണപ്പെടുന്ന നോട്ട് ഏതാണ്? അതും നിങ്ങൾ കമന്റ് ചെയ്യേണ്ട ചോദ്യമാണ്. ഹംപിയുടെ ചിത്രം കാണുന്ന ഇന്ത്യൻ കറൻസി ഏതാണെന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ശാസ്ത്രങ്ങളുടെയും പഠനങ്ങളുടെയും നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലയിൽ വിജയനഗര കാലത്ത് അഭൂതപൂർവമായ വളർച്ചയുണ്ടായി. കൃഷ്ണദേവരായയെ പോലെ രാജാക്കന്മാർ നല്ല രീതിയിലാണ് അന്നത്തെ കൂടെ ഉണ്ടാകുന്നത്. ഗോപുരങ്ങൾ, അന്നത്തെ കാലത്ത് നമ്മൾ ഈ ആരനെ പഠിച്ചപ്പോ പേർഷ്യൻ വാസ്തുവിദ്യ ശൈലി പഠിച്ചില്ലേ, മുഗൾ സാമ്രാജ്യം. ഇവിടെ എന്താണ് നിലനിന്നത്? ദ്രാവിഡ ശില്പരീതി. എന്താണ് ദ്രാവിഡ ശില്പരീതി? എന്താണ് അതിന്റെ പ്രത്യേകത? അതിന് ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരമായ ക്ഷേത്ര കവാടങ്ങൾ ഉണ്ടായിരിക്കും. ഗോപുരം എന്നാണ് അറിയപ്പെടുക. അതെന്താണ്? ക്ഷേത്രത്തിന്റെ കവാടം, ഗോപുരം എന്നറിയപ്പെടുന്നത്. അതന്നെ വലിയൊരു ഷേപ്പിലാണ് ഉണ്ടാക്കുക. അതാണ് ഈ ദ്രാവിഡ ശില്പരീതിയുടെ പ്രത്യേകത. ഈ കാണുന്ന ചിത്രങ്ങളൊക്കെ ദ്രാവിഡ ശില്പരീതിയുടെ പ്രത്യേകതയുള്ള എന്താ പറയുക, സ്മാരക ഭാഗങ്ങളാണ്. നമ്മുടെ മുഗൾ സാമ്രാജ്യമാണെങ്കിൽ അതിന്റെ പേർഷ്യൻ വാസ്തുവിദ്യ ശൈലിയാണ്, അല്ലെ, താഴികക്കൂടൊക്കെ പോലെ കാണുന്ന രീതിയാണ്. ഇത് എന്താണ്? ഗോപുരങ്ങളാണ് കൂടുതൽ ഉണ്ടാവുക. നോക്കൂ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിജയനഗര സാമ്രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. അല്ലെ, നമ്മൾ പറഞ്ഞു എന്താണ് ഒന്നാമത്തെ പോയിന്റ്? ബ്രാഹ്മണർക്ക് ആയിരുന്നു സമൂഹത്തിൽ മേധാവിത്വം. നേരത്തെ പാരഗ്രാഫ് വായിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ചോദ്യമാണത്. അത് ശരിയാണ്. പോർച്ചുഗീസുകാർക്കും അറബികൾക്കും ആയിരുന്നു വിദേശ വ്യാപാരത്തിന്റെ കുത്തക. അതും നമ്മൾ പറഞ്ഞു. അതിന്റെ ഒപ്പം ഒരു പോയിന്റ് കൂടി പറഞ്ഞു. കൂടുതൽ പോർച്ചുഗീസ് വ്യാപാരികൾ അല്ലെങ്കിൽ സഞ്ചാരികൾ വന്നിട്ടുണ്ട്. ബാർബോസ, ഡൊമിംഗോ പയസ്, ന്യൂനസ്, 3 പേരും പോർച്ചുഗീസുകാരാണെന്ന് പറഞ്ഞു. ദ്രാവിഡ ശില്പരീതി പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നു. അതും നമ്മൾ പറഞ്ഞു അല്ലെ. വലിയ ഗോപുരങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്ര കവാടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സതി സമ്പ്രദായം നിലനിന്നിരുന്നു. അതും നമ്മൾ ആ പാരഗ്രാഫിൽ പഠിച്ചതാണ്. 1 2 3 1 2 3 4 ശരി. 1 2 3 4 ശരി. ഓക്കെ, വിജയനഗര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധമാണ് 1565 തളിക്കോട്ട യുദ്ധം. 1565 തളിക്കോട്ട യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്തുണ്ടായി? വിജയനഗര സാമ്രാജ്യം ഇല്ലാതെയായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത് എന്താ? ഒന്ന്, മുഗൾ സാമ്രാജ്യവും അതിൻ്റെ ഏകദേശം കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന വിജയനഗര സാമ്രാജ്യവും, സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും നിലനിന്നിരുന്ന 2 സാമ്രാജ്യങ്ങളെ തന്നെ കമ്പയർ ചെയ്തിട്ടാണ് പഠിച്ചത്. അതിൽ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് മാൻസബ്ദാരി പോലെ അമരനായക സംവിധാനം, അല്ലെ, കൃഷ്ണദേവരായരുടെ അമരനായക സംവിധാനവും അതേപോലെ തന്നെയാണ് മുഗൾ സാമ്രാജ്യത്തിലെ അക്ബർ നടപ്പാക്കിയ മാൻസബ്ദാരി, ജസിയ പോലെയുള്ള നികുതികൾ, അതുപോലെ തന്നെ ജരോഗ ദർശൻ, അതുപോലെ തന്നെ നീതിച്ചങ്ങല, ആവലാതി ചങ്ങല, തീർത്ഥാടക നികുതി, ഇബാദത്ത് ഖാന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും കൃത്യമായിട്ട് നമുക്ക് എന്ത് വേണം? അത് അറിയണം. 1 2 തവണ നിങ്ങൾ എന്ത് വേണം? ഈ ചാപ്റ്റർ ഒന്ന് വായിക്കണം. എന്നിട്ട് ചാപ്റ്റർ ഒന്ന് വായിച്ചതിന് ശേഷം ഈ ചോദ്യങ്ങൾ ഒന്നും കൂടി ക്ലാസ് കേട്ടിട്ട് പ്രാക്ടീസ് ചെയ്യണം. ആരും മറക്കരുത്, ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള ചാപ്റ്ററുകളായിട്ട് നമ്മൾ ഇനിയും കാണും. SCRT എടുത്ത എല്ലാ ചാപ്റ്ററും നമ്മൾ ഇതുപോലെ ഡിസ്കസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ഫാൽക്കൺ PSC എന്ന് പറയുന്ന ചാനല് ഫോളോ ചെയ്യണം, കോഴ്സ് എടുക്കണം. വിദ്യാരംഭം 2.0 എന്ന് പറയുന്ന നമ്മുടെ വരാൻ പോകുന്ന PSC പരീക്ഷകൾക്കുള്ള കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഇപ്പോഴേ പഠനം തുടങ്ങുക, ഏറ്റവും മികച്ച റാങ്കിലേക്ക് എത്തുക. ഓക്കെ, ബൈ.